കഅബ് റളിയല്ലാഹു തആല അൻഹു റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി തങ്ങൾ ഹബീബിനോട് വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. വളരെ നിശബ്ദമായ ഒരു രാത്രിയിൽ വേണ്ടവർക്ക് വേണ്ടത് ഹബീബിനോട് ചോദിക്കാൻ പറ്റും. വമാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ അലൈസ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി. പ്രവാചകന്മാരോടല്ലാതെ ആരോടാണ് അനുയായികൾക്ക് പരാതികൾ ബോധിപ്പിക്കാനുള്ളത്? തിരുനബിയോട് ദുന്യാവ് വാങ്ങിച്ചു പോകുന്ന ആളുകൾ ഉണ്ടായിരുന്ന സമയത്ത് കഅബ് മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വന്നൊരു ചോദ്യം ചോദിച്ചു. ഹബീബിൻ്റെ കൂടെ തബൂക്കിലേക്ക് പോകുന്ന ഒരു രാത്രിയിൽ തങ്ങൾ ഒറ്റയ്ക്കാണ്, ഹബീബിൻ്റെ കൂടെ മറ്റാരുമില്ല. എന്ത് ചോദിച്ചോ ദുആ ചെയ്തുകൊണ്ട് കൊടുക്കാൻ കഴിയും ഹബീബിന്. അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. ഹബീബേ, അങ്ങയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഇരിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് വേണം നബിയേ. ഈ തബൂക്കിലേക്കുള്ള യാത്രയിൽ അങ്ങയുടെ കൂടെ ഏതാനും നിമിഷങ്ങൾ ചെലവഴിക്കാൻ കഴിഞ്ഞ പോലെ എനിക്ക് സ്വർഗ്ഗലോകത്ത് വരുമ്പോൾ അങ്ങ് ഇരിക്കുന്ന അങ്ങയുടെ കൂടെ ഇരിക്കാൻ എനിക്ക് അവസരം വേണം. വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾക്ക് പൈസ വേണോ? നിങ്ങൾക്ക് സമ്പത്ത് വേണോ? വസ്ത്രം വേണോ? ഭക്ഷണം വേണോ? എന്താ ഭൗതികമായത്? എന്താണ് വേണ്ടത്? കൂട്ടുകാരെല്ലാം പലതും ചോദിക്കുന്ന കൂട്ടത്തിൽ വിചിത്രമായൊരു ചോദ്യമല്ലയോ മഹാനായ റബീഅ തങ്ങൾ ചോദിക്കുന്നത്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന അവ ഗൈറ ദാലിക. റബീഅ, വേറെ എന്തെങ്കിലും വേണോ? നബിയെ, എനിക്ക് അതുതന്നെ മതി നബിയെ, അതുതന്നെ മതി. ഖാല, നബി തങ്ങൾ പറയുന്നു, നിങ്ങൾക്കത് ലഭിക്കും. ഫഅഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്. ധാരാളം സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സുജൂദിന്റെ എണ്ണം വർദ്ധിക്കുന്ന റക്അത്തുകൾ ഉണ്ടായി നിങ്ങൾ എന്നെയൊന്ന് സഹായിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാർ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നത് അന്ന് സ്വഹാബിമാർ ഭക്ഷണം കിട്ടാത്ത കാലമാണ്. ഹബീബിന് ആരെങ്കിലും വല്ല ദാനവും കൊടുക്കുമ്പോൾ നബിയെ ഒരു കഷ്ണം എനിക്ക് തരുമോ നബിയെ? അങ്ങേക്ക് കിട്ടിയ വസ്ത്രത്തിലൊന്ന് എനിക്ക് നൽകുമോ എന്ന് ദുന്യാവിയായ ഭൗതികമായ കാര്യങ്ങൾ ചോദിക്കപ്പെട്ടിരുന്നൊരു കാലത്താണ് ഉദാത്തമായ ലക്ഷ്യവും കണ്ടുകൊണ്ട് ഉന്നതമായൊരു ചോദ്യം ഹബീബിനോട് ചോദിക്കുന്നത്. നബിയെ, പട്ടിണിയും പ്രയാസങ്ങളും ഞാൻ സഹിക്കാം നബിയെ, പക്ഷേ എനിക്ക് നാളെ സ്വർഗം വേണം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നാളെ അങ്ങയുടെ കൂടെ, എനിക്ക് സ്വർഗം എന്നല്ല, എനിക്ക് അങ്ങയുടെ കൂടെ, ഹബീബിന്റെ കൂടെ ഇരിക്കാനുള്ള, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഇരിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകണം നബിയേ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ചിന്ത ഇത്രയും ഗൗരവത്തിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ചിന്തകൾക്ക് പോലും പ്രതിഫലമുണ്ടെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെയൊക്കെ ആഗ്രഹിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം ഇതിനോട് ചേർത്ത് പറയുന്നു. നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണത്. ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബിമാരെ കിട്ടിയപ്പോ അൻസ്വാരികളും മുഹാജിറുകളും ഇരിക്കുമ്പോൾ ചോദിച്ചു, തമന്നൗ, നിങ്ങളൊന്ന് ആഗ്രഹിച്ചോളൂ, അവനവന്റെ ആഗ്രഹങ്ങളൊന്ന് പറയേ. സ്വഹാബിമാര് പറഞ്ഞു, ഉമർ എന്നവരെ ഞങ്ങൾ എന്തു പറയാനാണ്? ഉമർ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയ്, ജീവിതത്തിലെ ഒരു ആഗ്രഹം പറയ്. നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടാവില്ല ജീവിതത്തിൽ, ഒരു അച്ചീവ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ്, എന്ന് പറയേ. ഒരു സ്വഹാബി പറഞ്ഞു, ഉമർ എന്നവരെ ഞാൻ ആഗ്രഹിക്കുന്നു, ഈ വീടിന്റെ റൂം നിറയെ എനിക്ക് സ്വർണം കിട്ടിയിരുന്നുവെങ്കിൽ ആ സ്വർണം മുഴുവനും അള്ളാഹുവിന്റെ വഴിയിൽ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ ആഗ്രഹമുണ്ട്. നല്ല ആഗ്രഹം അല്ലേ? നല്ലൊരു ആഗ്രഹം. അത് പറഞ്ഞപ്പോൾ മറ്റൊരു സ്വഹാബി പറയാൻ തുടങ്ങി, ഒരു വീട് നിറയെ പവിഴവും മുത്തുകളും കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവയുടെ മൂല്യം എത്രയോ അതിനു സമാനമായ ദാനങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വേറെ ഒരാൾ പറഞ്ഞു, അടിമകളുള്ള കാലമാണെന്ന്, ഒരുപാട് അടിമകൾ എനിക്ക് ലഭിക്കുമെങ്കിൽ അവരെ ഓരോരുത്തരെയായി അള്ളാഹുവിന് വേണ്ടി ഫ്രീഡം നൽകിയിട്ട് സ്വാതന്ത്ര്യം കൊടുത്ത് പറഞ്ഞയക്കണമെന്ന് ആഗ്രഹമുണ്ട്.
അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്ന മിൻ ഉമ്മതി ലമുഹദ്ദസീന വമുകല്ലമീൻ, അല്ലാഹു തആലയിൽ നിന്ന് നേരിട്ട് വിവരം ലഭിക്കുന്ന വിധത്തിൽ ഇൽഹാമിന്റെ വിവരം ലഭിക്കുന്ന മുഹദ്ദസീങ്ങൾ എൻ്റെ ഉമ്മത്തിലുണ്ടെങ്കിൽ മിൻഹും ഉമർ ഇബ്നുൽ ഖത്താബ്, അത് ഉമർ ഇബ്നുൽ ഖത്താബ് ആണ് എൻ്റെ ഉമ്മത്തിലുള്ള മുഹദ്ദസുൻ മുകല്ലമുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ സ്വഹാബികളിലുള്ള ഉമർ തങ്ങളെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അകക്കണ്ണുകൾക്ക് നല്ല കാഴ്ചയാണ്. മഹാൻ പറഞ്ഞു, നിങ്ങളെ കണ്ട പോലെ സ്വർണവും വെള്ളിയും അടിമകളൊന്നുമല്ല ഈ ഉമർ ആഗ്രഹിക്കുന്നത്. അതമന്ന, ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, അൻയകൂനലി മിൽഉ ഹാദിഹിൽ ഗുർഫ, ഈ വീടിന്റെ ഈ റൂം നിറയെ കഅംസാലി അബി ഉബൈദ ومعاذ بن جبل ومصعب بن عمير وسالم مولى أبي حذيفة, അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ മൗലയായ ഖാദിമായിരുന്ന സാലിം എന്നവരെ പോലെ മുആദ് ഇബ്നു ജബൽ എന്ന ആലിമീങ്ങളുടെ നേതാവായ സ്വഹാബി എന്ന നബി തങ്ങൾ പറഞ്ഞ സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന, 34ാമത്തെ വയസ്സിൽ വഫാത്തായ മുആദ് ഇബ്നു ജബലിനെ പോലെയുള്ള മഹാനായ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് തങ്ങളെ പോലെയുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ ഈ റൂം നിറയെ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഫഅസ്തഅമിലഹും ഫീ ത്വാഅത്തില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നല്ല പ്രവർത്തകന്മാരെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ദീർഘവീക്ഷണം ചെയ്ത മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പൈസക്കപ്പുറം പൈസയുണ്ടായിട്ട് പ്രവർത്തിക്കാൻ ആളില്ലെങ്കിൽ എന്ത് നടക്കും? നമുക്ക് സംഭാവന ചെയ്യാൻ നമ്മുടെ ഖാഫിലയുടെ പ്രവർത്തകന്മാർ, നമ്മുടെ വിഖായുടെ വളണ്ടിയർമാർ, നമ്മുടെ നാടുകളിൽ ഓണം കേറാ മൂലകളിലേക്ക് പോലും ചെന്നിട്ട് നമ്മുടെ പ്രളയക്കെടുതികൾ ഉണ്ടായ നേരത്ത് സഹായം എത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തകർ നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ തെക്ക് മുതൽ വടക്കേ ജില്ലകൾ മുഴുവൻ, തെക്കൻ ജില്ലകളിലേക്ക് പോലും ഇവിടെ നിന്ന് ആളുകൾ ചെന്നിട്ട് നമ്മുടെ SKSSF പ്രവർത്തകന്മാരായ വിഖായുടെ വളണ്ടിയർമാർ വെള്ളവും വെള്ളക്കെട്ടുകൾ നീന്തിക്കടന്ന് ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ജാതിയും മതവും നോക്കാതെ സഹായം എത്തിച്ചു കൊടുക്കാൻ സന്നദ്ധത കാണിച്ചത് എഞ്ചിനീയറിംഗിനും മെഡിസിനും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അടക്കമുണ്ട് നമ്മുടെ വിഖായ വളണ്ടിയർമാരിൽ എന്ന് ആലോചിക്കണം. ആ പ്രവർത്തകന്മാരെയാണ് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൊതിച്ചു പോകുന്നത്. അല്ലാഹുവിന്റെ ദീനിന് പണിയെടുക്കാൻ കഴിയുന്ന അസ്തഅമിലുഹും ഫീ ത്വാഅത്തില്ലാഹ്, എന്റെ ആഗ്രഹം ഒരുപാട് പണം കിട്ടണം എന്നല്ല. എന്റെ ആഗ്രഹം അബൂ ഉബൈദയെ പോലെയുള്ള ആളുകൾ, മുആദ് ഇബ്നു ജബലിനെ പോലെയുള്ള ആളുകൾ, മഹാനായ സാലിം മൗല അബി ഹുദൈഫ, അബൂ ഹുദൈഫ തങ്ങളുടെ മൗലയായ സാലിം തങ്ങളെ പോലെയുള്ള ആളുകൾ, ഉബൈ ഇബ്നു കഅബ് സയ്യിദുൽ ഖുറാ ഉബൈ ഇബ്നു കഅബ് തങ്ങളെ പോലെയുള്ള ആളുകൾ, ഈ ഉമ്മത്തിന് വേണ്ടി അധ്വാനിക്കാൻ കഴിയുന്ന പ്രവർത്തകരെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. അതാണ് എന്റെ ആഗ്രഹമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉന്നതമായ ചിന്തകൾ, ഉയർന്ന ചിന്തകൾ, ഉദാത്തമായ മാതൃകകൾ നമ്മുടെ വിഷയം. ആ വഴിക്കാണ് നീങ്ങുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നല്ല ചിന്തകൾക്ക് പോലും പ്രതിഫലമുണ്ട്, നല്ല ഒരു വിചാരത്തിന് പ്രതിഫലമുണ്ട്, നല്ല ഒരു ആഗ്രഹത്തിന് അല്ലാഹു കൂലി നൽകും. അത് നടന്നില്ലെങ്കിൽ പോലും മൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് അല്ലയോ അത്? ആരെങ്കിലും ഒരാൾ ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുകയും ഫലം യഅമൽഹാ, അത് ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്താൽ കതബഹല്ലാഹു ഇൻദഹു ഹസനതൻ കാമില, ഒരു പരിപൂർണമായ നന്മയായി അല്ലാഹു അത് സ്വീകരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ആഗ്രഹിക്കുകയാണ് തന്റെ കച്ചവടത്തിന്റെ വലിയൊരു ഭാഗം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചു, ചെയ്യാൻ കഴിഞ്ഞില്ല. ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആ നീയത്ത് ചെയ്തതിന് അള്ളാഹു ആ കർമ്മം ചെയ്തതുപോലെയുള്ള കൂലി കൊടുക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തകൾക്ക് കൂലിയുണ്ട്. കഴിഞ്ഞില്ല. മൻ സഅലല്ലാഹ അശ്ശഹാദത ബിസുദ്ഖിൻ ബല്ലഗഹു അല്ലാഹു മനാസില അശ്ശുഹദാ വഇമ്മാ തഅലാ ഫിറാശിഹി. മൻ സഅലല്ലാഹ അശ്ശഹാദത ബിസുദ്ഖിൻ, അല്ലാഹുവിന് വേണ്ടി ജീവാർപ്പണം ചെയ്യേണ്ട ഒരു രംഗമുണ്ടായാൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒരു ഇസ്ലാമിക ഭരണാധികാരി അതിന് ഉത്തരവിടുകയും ചെയ്യുമ്പോൾ
എന്നല്ലാതെ ചാവേർ ആക്രമണങ്ങൾ നമുക്ക് നടത്താൻ പാടുള്ളതല്ല. ജനങ്ങൾ നിയമങ്ങൾ കയ്യിലെടുക്കാൻ പാടുള്ളതുമല്ല. ഒരു ഇസ്ലാമിക ഖിലാഫത്തുള്ള സാഹചര്യത്തിൽ മുസ്ലിമീങ്ങളുടെ അമീർ ഒരു ജിഹാദിന് ഉത്തരവിടുകയാണെങ്കിൽ അവിടെ ധർമ്മസമരത്തിന് പോകൽ പുരുഷന്മാരായ പുരുഷന്മാർക്ക് മുഴുവൻ നിർബന്ധമായി വരും. മൻ സഅലല്ലാഹ ഷഹാദത ബിസുദ്ഖിൻ, അല്ലാഹുവേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി രക്തസാക്ഷിയാവാൻ കൊതിക്കുന്നു എന്ന് അല്ലാഹുവിനോട് ആരെങ്കിലും സത്യസന്ധമായി ചോദിച്ചാൽ, അല്ലാഹുവേ ഒരു ഷഹാദത്തിന്റെ പ്രതിഫലം എനിക്ക് നൽകണേ എന്ന് ചോദിച്ചാൽ, ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാ, അല്ലാഹുവിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത ശുഹദാഇന്റെ സ്ഥാനങ്ങൾ ആ ചോദിച്ചവർക്ക് അല്ലാഹു നൽകും. വ ഇൻ മാത അലാ ഫിറാശിഹി, അവർ മരിച്ചത് സ്വന്തം വിരിപ്പിൽ കിടന്ന് മരിച്ചതാണെങ്കിലും അല്ലാഹുവേ ഒരവസരമുണ്ടെങ്കിൽ ഞാൻ പിന്മാറില്ല നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ സ്വഹാബികളുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ മദീനയിലേക്ക് ഖുറൈശികളുടെ ആക്രമണങ്ങൾ വരുമ്പോൾ, ഉഹദ് യുദ്ധം നടക്കാൻ പോകുമ്പോൾ, ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നബി തങ്ങൾ സ്വഹാബിമാരുമായി ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഖുറൈശികളെ നേരിടേണ്ടത് മദീനയുടെ ഉള്ളിൽ വെച്ചാണോ മദീനക്ക് പുറത്തു പോകണോ? സ്വഹാബിമാർ പറഞ്ഞു, നബിയെ നമുക്ക് ഉഹദിലേക്ക് പോകാം. നബി തങ്ങളുടെ ആഗ്രഹം മദീനയിൽ നിൽക്കാനായിരുന്നു. നമ്മൾ ആ വഴിയിലേക്ക് ചർച്ച വരും ഇൻഷാ അല്ലാഹ്. വഴി ആ ഭാഗം നമുക്ക് ചർച്ച വരാനുണ്ട്. അല്ലാഹുവിന്റെ റസൂലിൻ തങ്ങൾ സ്വഹാബികളുമായി ചർച്ച നടക്കുമ്പോ, വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു ലഅദ്ഖുലന്നൽ ജന്ന, അല്ലാഹുവിനെ തന്നെയാണ് സത്യം നബിയേ, ഞാൻ ആ സ്വർഗത്തിലേക്ക് കടക്കുക തന്നെ ചെയ്യുമെന്ന് ഒരു സ്വഹാബി പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ചു, ബിമദാലിക, എങ്ങനെ നിങ്ങൾക്ക് ആ ഉറപ്പ് പറയാൻ കഴിയും? ഖാല ബിഖസുലതൈൻ, രണ്ട് ഗുണമുണ്ട് നബിയെ എനിക്ക്. ഒന്ന് ഉഹിബ്ബുല്ലാഹ വറസൂലഹു, എനിക്ക് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടമാണ് നബിയെ. വലാ, ഞാൻ ഒരിക്കലും തന്നെ വലാ അതവല്ല യൗമസ്സഹഫി വലാ അഫിറു യൗമസ്സഹഫി, ഒരു യുദ്ധം നടക്കുമ്പോൾ, ഒരു യുദ്ധം ആസന്നമാകുമ്പോൾ ഞാൻ ഒരിക്കലും ഭീരുവായി പിന്തിരിഞ്ഞോടുകയില്ല നബിയെ, ഞാൻ ധൈര്യത്തോടുകൂടെ മുന്നേറും നബിയെ. ആ രണ്ട് ഗുണം, ഒന്ന് അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം, രണ്ടാമത്തേത് വലാ അഫിറു യൗമസ്സഹഫി, ഞാൻ ഒരിക്കലും തന്നെ പിന്തിരിഞ്ഞോടില്ല. ആ രണ്ട് ഗുണത്തിന്റെ പേരിൽ ഈ നടക്കാൻ പോകുന്ന ഉഹദിലൂടെ എനിക്ക് സ്വർഗം കിട്ടും നബിയെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖുക, നിങ്ങൾ അല്ലാഹുവിനോട് സത്യസന്ധമായിട്ടാണ് ഈ പറയുന്നതെങ്കിൽ നിങ്ങൾക്കത് അല്ലാഹു സാധ്യമാക്കി തരും. അങ്ങനെ ഉഹദിന്റെ രണാങ്കണത്തിലെ ആദ്യത്തെ ഷഹീദി മനുഷ്യനായിരുന്നു, സ്വഹാബിയായിരുന്നു. മൻ സഅലല്ലാഹ ഷഹാദ, അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, അല്ലാഹുവിനോട് സത്യസന്ധമായി നമ്മൾ ചോദിച്ചാൽ ആ ചോദ്യം നടക്കാതെ പോവുകയും നമ്മൾ വിരിപ്പിൽ കിടന്ന് മരിക്കുകയുമാണെങ്കിൽ പോലും ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാ, ശുഹദാഇന്റെ സ്ഥാനം അല്ലാഹു അവർക്ക് നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ്, മഹാനായ ഹബീബിന്റെ ജീവിതത്തിലെ അവസാന യുദ്ധം നടക്കുന്നു തബൂക്ക്. തബൂക്ക് മദീനയിൽ നിന്ന് 500ഓളം കിലോമീറ്റർ ദൂരയിൽ കിടക്കുന്ന പ്രദേശം. തബൂക്ക് യുദ്ധം നടക്കുമ്പോ ഒരുപാട് സ്വഹാബിമാർക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാനുള്ള വാഹനം കിട്ടാത്തതിന്റെ പേരിൽ അവർക്ക് തബൂക്കിലേക്ക് പോകാൻ കഴിയാതെ വന്നപ്പോ ഒരുപാട് ആളുകൾ വിഷമിച്ചിട്ടുണ്ട്. ഖുർആൻ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, നബി വതഫീലു അയ്യുനുഹും മിനദ്ദംഅ, നബിയേ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. ലാ അജിദു മാ അഹ്മിലുകും അലൈഹി, സ്വഹാബികളെ നിങ്ങൾക്ക് തബൂക്കിലേക്ക് വരാൻ വാഹനം എന്റെ കയ്യിലില്ലല്ലോ എന്നങ്ങ് പറയുമ്പോ നിരാശ കൊണ്ടിട്ട് കരയുന്നവരുണ്ട്. നബിയെ അങ്ങയോടൊപ്പം വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാഹചര്യം അനുവദിക്കുന്നില്ല. അത്തരം ആളുകളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, തബൂക്കിലേക്ക് പോകുമ്പോൾ, തബൂക്കിലെത്തിയപ്പോൾ, തബൂക്കിലേക്കുള്ള കഠിനമായ നുഫൂത്ത് മരുഭൂമിയിലൂടെയുള്ള യാത്രയാണത്. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്ന ബിൽ മദീനതി ലരിജാല, ഇന്ന ബിൽ മദീനതി ലരിജാല മാ സിർതും മസീറൻ വലാ ഖതഅതും വാദിയൻ ഇല്ലാ കാനൂ മഅകും ഹബസഹുമുൽ ഉദുറു. മുത്തഫഖ അലൈഹി ആയ ഹദീസാണിത്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു,
സ്വഹാബികളെ, മരുഭൂമിയിലൂടെയുള്ള ഈ യാത്രയിൽ നമുക്കൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുറെ ആളുകളെ കാണാതെയാവും. യാത്ര പോയിട്ട് നബി തങ്ങൾ ചിലയിടത്ത് ക്യാമ്പ് ചെയ്യും. തങ്ങൾ ചോദിക്കും, എല്ലാവരും എത്തിയിട്ടുണ്ടോ? ചിലരെത്തിയിട്ടില്ല എന്ന് പറയും. തങ്ങൾ പറയും, നമുക്ക് കാത്തിരിക്കണ്ട, അയാളിൽ ഒരു നന്മയുണ്ടെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചേരും, നമുക്ക് പോകാം. ഉംറക്ക് പോകുന്ന അമീറന്മാരൊന്നും അത് ചെയ്യൂല. പിന്നെ നാട്ടിലേക്ക് വരാൻ പറ്റൂല. ഒരാൾ ബാത്റൂം പോയി കാണാതായാലേ എന്നാ ബസ് വിടല്ലേ എന്ന് പറയാൻ പറ്റൂല. പക്ഷെ നബി തങ്ങൾ എന്ത് ചെയ്യും? ആരെങ്കിലും വരാൻ നേരം വൈകിയാൽ നമുക്ക് പോകാം, അയാളിൽ നന്മയുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് എത്തിക്കോളും എന്ന് പറയും. ചില ഗ്രൂപ്പ് കൊണ്ടുപോകുമ്പോൾ ഇത് ചെയ്യാൻ പറ്റൂലല്ലോ. 100 ആൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ആൾ വരട്ടെ. ചിലപോലെ ചായ കുടിക്കാൻ പോകും, ചിലക്ക് വലി ഉണ്ടാവും, ഇടയ്ക്ക് മറവിൽ പോയതായിരിക്കും. അപ്പൊ എത്തണ വരെ കാത്തിരിക്കന്നെ. തങ്ങളത് ചെയ്യൂല. സമയം വളരെ കണിശമാണ് നിബിതങ്ങൾക്ക്. തങ്ങൾ വളരെ പങ്ക്ച്വലാണ്. ഹബീബായ നിബിതങ്ങൾ, ആരെങ്കിലും വരാൻ ബാക്കിയുണ്ടോ? ഇയ്യകും ഫീഹി ഖൈറുൻ സയൽഹഖു ബിനാ. If Allah knows anything better in that person, he would definitely reach us. Inshallah, let's go. നമുക്ക് പോകാം. അല്ലാഹു ആ മനുഷ്യനൊരു നന്മ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം എത്തും. പേടിക്കണ്ട, നമുക്ക് പോകാം. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ കാത്തിരുന്ന ഒരു സ്വഹാബിയുണ്ട്, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അതൊക്കെ തബൂക്കിലാണ് സംഭവിച്ചത്. അബൂദർ വരട്ടെ, കുൻ അബൂദർ. ഒരാളിങ്ങനെ ദൂരെ നിന്ന് വരുന്നു, അത് അബൂദർ ആവട്ടെ, അത് അബൂദർ ആവട്ടെ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വഹാബിയുടെ ഒട്ടകം കാണാതെയായി. ആ ഒട്ടകം കാണാതെയായപ്പോ വളരെ വിഷമിച്ചു. നമ്മുടെ കാറിന്റെ കീ പോയ പോലെയല്ല ഇത് ഒട്ടകമായി പോയിട്ടുള്ളത്. മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് കീ എങ്കിലും ഉണ്ടാക്കാം, കമ്പനിക്കാരെ വിളിച്ചുകൊണ്ടത് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യിക്കാം. ഇത് ഒട്ടകല്ലേ, ഒട്ടകത്തിന് വല്ല GPS ഉണ്ടോ? അങ്ങോട്ട് പോവല്ലേ, എവിടെ തിരയാൻ? മരുഭൂമിയിലൂടെ മുത്തനബിയോട് വന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ ഒട്ടകം ഇന്നാലിന്ന താഴ്വരയിലെ മുൾച്ചെടികളിൽ കുടുങ്ങി നിൽക്കുന്നുണ്ട്, അവിടെ പോയിക്കോ, കിട്ടുന്നു പറഞ്ഞു. അപ്പോ ഏതാനും മൈലുകൾക്കപ്പുറം ആ ഒട്ടകമുണ്ട്, അത് കിട്ടി. പിന്നെ ചെല്ലുമ്പോൾ വെള്ളമില്ല. സ്വഹാബികളൊക്കെ വളരെ വിഷമിച്ചിരിക്കുകയാണ്. സ്വഹാബികളൊക്കെ പറഞ്ഞു, നമ്മുടെ ഒട്ടകം അറുത്തിട്ട് ഒട്ടകത്തിന്റെ ബ്ലാഡർ, അതിൽ വെള്ളം സൂക്ഷിക്കുന്ന ഒരു ബ്ലാഡർ ഉണ്ട് ഒട്ടകത്തിന്, അതെടുത്തിട്ട് കുടിക്കാം, മാംസം നമുക്ക് ഭക്ഷണം ഉപയോഗിക്കാം. ഇടപെട്ടിട്ട് പറഞ്ഞു, പൊന്നാര നബിയേ, വെള്ളമില്ലാത്തതിന്റെ പേരിൽ സ്വഹാബിമാർ ഒട്ടകങ്ങളെ അറുക്കാൻ വെച്ചിരിക്കുകയാണ്, അത് അപകടമാണ് നബിയേ. ഒട്ടകമില്ലെങ്കിൽ എങ്ങനെ യാത്ര തുടരും? തബൂക്കിലേക്ക് എത്തണ്ടേ, തബൂക്ക് കഴിഞ്ഞ് മദീനത്തേക്ക് റിട്ടേൺ വരണ്ടേ? ഒട്ടകമില്ലെങ്കിൽ എന്തു ചെയ്യൂ നബിയേ? അതുകൊണ്ട് സ്വഹാബികളോട് ഒട്ടകത്തെ അറുക്കരുത് എന്ന് പറയുകയും, അല്ലാഹുവിനോട് അങ്ങൊക്കൊന്ന് ദുആ ചെയ്തൂടെ നബിയെ, അങ്ങയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടല്ലോ. അപ്പോഴാ നബി തങ്ങൾ, നിങ്ങളുടെ കൂടെയുള്ള അല്പാൽപമുള്ള വെള്ളങ്ങളൊക്കെ കൊണ്ടുവരൂ. അത് കൊണ്ടുവന്നിട്ട് മുത്തുനബി തങ്ങളുടെ കൈവിരൽ അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പാത്രത്തിലേക്ക് വെള്ളം അണപൊട്ടിയൊഴുകി. ഹബീബിന്റെ വിരലിലൂടെ അഷ്റഫുൽ മിയാഹ്, ഈ ലോകത്തെ ജലങ്ങളിൽ വെച്ച്, ജലത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മാഉൻ നബഅ മിൻ ഐദിൻ നബി, ഹബീബിന്റെ കൈകളിലൂടെ വന്ന വെള്ളമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഹൗദുൽ കൗസറും സംസമൊക്കെ നമ്മൾ അറിയണം. ആ വെള്ളമുണ്ടായ മഹാത്ഭുതം ഉമർ തങ്ങളാ പറഞ്ഞത്, നബിയേ, സ്വഹാബികളാരോടും അങ്ങ് ഒട്ടകങ്ങൾ അറുക്കരുത് എന്ന് പറയണം, അങ്ങ് ദുആ ചെയ്യണം നബിയേ, അങ്ങ് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമല്ലോ. അങ്ങനെ പരിശുദ്ധമായ തബൂക്കിൽ ഹബീബായ നബി തങ്ങളുടെ എത്രയോ ഹബീബിന്റെ മുഅ്ജിസത്തുകൾ കാണപ്പെട്ട സമയമാണത്. ആ കഷ്ടപ്പാടുകളൊക്കെ നടക്കുമ്പോഴാണ് നബി തങ്ങൾ പറയുന്നത്, ഇന്ന ബിൽ മദീനത്തി റിജാലാ മാ സിർതും മസീറൻ വലാ ഖതഅതും വാദിയൻ ഇല്ലാ കാനൂ മഅകും. സ്വഹാബികളെ, കടുത്ത പാറമലകൾ നമ്മൾ കയറി ഇറങ്ങുമ്പോഴും, മരുഭൂമിയിലൂടെ കടുത്ത ചൂടിൽ, ജൂൺ ജൂലൈ മാസത്തിലാണ് തബൂക്ക് നടന്നത്. ആലോചിക്കണം, എന്താ ഇപ്പോഴത്തെ ദുബൈയിലൊക്കെ ചൂട് എത്രയാണ്? ഗൾഫ് നാടുകളിലെ ഈ നേരത്തെ ചൂട്. ഈ വർഷത്തെ ഹജ്ജ് എത്ര വലിയ ചൂടിലാണ് നടക്കുന്നത്. 50 ഡിഗ്രി, 48, 55 ഡിഗ്രി ചൂടായിരിക്കും. അള്ളാഹു നമ്മുടെ ഹാജിമാർക്ക് അത് എളുപ്പമാക്കി കൊടുക്കട്ടെ. അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ഹജ്ജ് അറബ് മാസത്തിൽ സംഭവിക്കേണ്ട കാരണം തന്നെ ഇതാണ്. ഒരാൾക്ക് ചൂട് പറ്റൂല, എന്നാ പിന്നെ വെയിറ്റ് ചെയ്തു. ഹജ്ജ് ലൈഫിൽ, ജീവിതത്തിൽ ഒരു ഹജ്ജേ നിർബന്ധമുള്ളൂ. എന്നാ പിന്നെ ഒരു 8-10 കൊല്ലം കഴിഞ്ഞാൽ ഈ ചൂടിന്ന് മാറി തണുപ്പിലേക്ക് കാലാവസ്ഥ മാറും. നീ അപ്പം പോയി ചെയ്താൽ മതി. അങ്ങനെ എല്ലാ കാലാവസ്ഥയിലൂടെയും അറബ് മാസം കറങ്ങി വരും. 30 വർഷമാകുമ്പോ ജനുവരി ഫെബ്രുവരി മാസം കണക്ക് കൂട്ടിയാൽ
ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലത്തിൽ ഹജ്ജ് നടക്കും. ഒരു 30 കൊല്ലത്തിനിടയിൽ 60 വയസ്സ് ജീവിക്കുന്ന ഒരാൾക്ക് ഒരേ മാസത്തിൽ, ഇത് ഏതാ മാസം? ഇത് ജൂലൈ അല്ലേ? ഈ ജൂലൈയിൽ ഹജ്ജ് നടക്കുന്നു. ഇനി ഒരു 30 കൊല്ലം കഴിഞ്ഞാൽ ജൂലൈയിൽ ഹജ്ജായിരിക്കും. സുബ്ഹാനല്ലാഹ്. അറബ് മാസത്തിന്റെ പ്രത്യേകത അതാണ്. എല്ലാ സീസണിലൂടെയും കടന്നു പോകും. തബൂക്ക് നടക്കുന്നത് ജൂലൈ മാസത്തിലാണ്, നല്ല ചൂടുള്ള സമയത്താണ്. സ്വഹാബികളെ, നിങ്ങൾ ഈ മലയോരങ്ങൾ കയറിയിറങ്ങുമ്പോഴും മരുഭൂമിയുടെ ചൂടുള്ള മണലിലൂടെ നടക്കുമ്പോഴും ദാഹാർത്തരായി അല്ലാഹുവിനെ ത്യാഗം ചെയ്യുമ്പോഴും നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാത്ത ഒരുപാട് ആളുകൾ മദീനയിലുണ്ട്. അവർക്ക് നിങ്ങളോടൊപ്പം ഈ മരുഭൂമി താണ്ടിക്കടന്ന പ്രതിഫലം അല്ലാഹു നൽകുന്നുണ്ട്. ഹബസഹുമുൽ ഉദുറു, അവർക്ക് വരാൻ കഴിയാതെ പോയത് ന്യായമായ ഒരു കാരണമുണ്ടായതിന്റെ പേരിലാണ്. ഒരു വാഹനം കിട്ടാത്തതിന്റെ പേരിൽ അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അവർ നിങ്ങളോടുകൂടെ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന എല്ലാ ത്യാഗത്തിന്റെയും പ്രതിഫലം വീട്ടിലിരിക്കുന്ന മദീനയിലെ ഒരുപാട് ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. അവരുടെ നീയത്ത് നിങ്ങളോടൊപ്പമാണ്, മനസ്സുകൊണ്ടവർ നിങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് അല്ലാഹു കൂലി നൽകുന്നു. ഒരു നല്ല സദസ്സ് നടന്നു എന്ന് വിചാരിക്കാം. ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ, നമ്മുടെ ഏഴിമല സഫ്വാൻ തങ്ങളുടെ നേതൃത്വത്തിൽ ദുആ മജ്ലിസ് നടക്കും. നാളെ നേരം വിളിച്ചിട്ട് പറയടോ, നല്ലൊരു ദുആ മജ്ലിസ് കിട്ടിയട്ടോ, നീ എന്തേ വരാതിരുന്ന്? പടച്ചോനെ, ഞാനത് അറിഞ്ഞില്ലല്ലോ. ഒന്ന് പറയണ്ടടോ, ഒന്ന് വാട്സപ്പിലോ ഒന്ന് ഫോണിലോ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? എനിക്കും വരാമായിരുന്നല്ലോ എന്ന് നാളെ രാവിലെ ഒരാൾ നിങ്ങളോട് പറഞ്ഞാൽ ഈ ദുആന്റെ കൂലി അയാൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാ. ആഗ്രഹം ഉണ്ടായിരുന്നു, അറിഞ്ഞില്ലല്ലോ. ഇവിടെ നല്ല ഗാനമേള നടന്നു. അപ്പൊ രാവിലെ ചെന്നിട്ട് പറയടോ, എന്തേലും ഇന്നലത്തെ പാട്ടും ഡാൻസൊക്കെ നീ കണ്ടോ? ഞാൻ ഒരൊറ്റ പരിപാടി മിസ്സാക്കാത്ത ആളാണ്, ഞാനത് അറിഞ്ഞില്ല, ഞാൻ കോഴിക്കോട് വിട്ടുപോയി, അങ്ങനെയാണെങ്കിൽ എന്റെ ട്രിപ്പ് ഞാൻ മാറ്റുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വരാതെ ഇന്ന് കോഴിക്കോട് പോയ ആൾക്ക് ആ തിന്മയുടെ കുറ്റം അള്ളാഹു ചാർത്തി കൊടുക്കുന്ന, മനസ്സുകൊണ്ട് ഇതിന്റെ കൂടെ നിന്നതിന്റെ പേരിൽ. അതാണ് ദീൻ. ചെയ്തോ ഇല്ലേ എന്നല്ല. ചിലപ്പോ ഒരു നബി തങ്ങൾ പറഞ്ഞു, നമ്മളൊരു സ്ഥലത്തെത്തി, അവിടെ ഒരു കല്യാണത്തിന് പോയി എന്ന് വിചാരിക്കുക, അവിടെ ചെയ്യാൻ പാടില്ലാത്ത എന്തോ നടക്കുന്നുണ്ട്, നമ്മൾ ചെന്ന് പെട്ടുപോയതാണ്, നമ്മൾ മനസ്സുകൊണ്ട് വെറുത്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. ആ നൃത്തത്തിൽ നമുക്ക് കുറ്റമില്ല. നേരെ മറിച്ച് അവിടെ ശരീരം കൊണ്ട് ആള് പ്രസന്റ് അല്ല, പക്ഷെ അയാൾ മനസ്സുകൊണ്ട് കൊതിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു പരിപാടി കിട്ടിയാൽ ഞാൻ പോയിട്ട് വായി നോക്കി ഇരിക്കുമായിരുന്നു എന്ന് മനസ്സിൽ തോന്നലുള്ള ഒരാൾക്ക് അവൻ എവിടെ പോയിരുന്നാലും ഈ തിന്മയുടെ കുറ്റം അയാൾക്കുണ്ടാവുകയും ചെയ്യുന്ന മനസ്സ് ഭയങ്കരമാണ്. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് അതൊരു വലുതാണ്. അതുകൊണ്ടാണ് മദീനയിലുള്ള ആളുകൾക്ക് അവർ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്തിട്ടില്ല, പക്ഷേ അവർക്ക് നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ അവർക്കും ലഭിക്കുന്നുണ്ട്. അവർ മദീനയിലാണ്. എന്തേ? അവർക്ക് ഉദ്റുണ്ട്, വരാൻ പറ്റാത്തതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു സംഭവം, രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾ എന്നും നിസ്കരിക്കും. സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദുണ്ട്. പക്ഷേ ഒരു ദിവസം ഉറക്കം ഓവർടേക്ക് ചെയ്തു. ഫഗലബഹു അലൈഹാ നൗമുൻ, ഒരു ദിവസം നിസ്കരിക്കാൻ പറ്റിയില്ല. ബാങ്ക് കൊടുത്തിട്ടാണ് അറിയണത്. അപ്പൊ തഹജ്ജുദിന്റെ ടൈം കഴിഞ്ഞു. ഇല്ലാ കുതിബ ലഹു അജ്റു സ്വലാത്തിഹി, അയാൾ ചെയ്യുന്ന ആ നിസ്കാരത്തിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കും. വകാന നൗമുഹു സദഖതൻ അലൈഹി, ആ ഉറങ്ങിയ ഉറക്ക അയാൾക്ക് സ്വതക്കയായി ഗണിക്കും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്. എന്നും നിസ്കരിക്കുന്ന ആളാ അല്ലെ? ഉമ്മാക്ക് ഉംറയൊക്കെ കഴിഞ്ഞ് വന്ന ഒരു ക്ഷീണുണ്ട്. നാട്ടിൽ എത്ര വരെ ആ ക്ഷീണം അറിയില്ല, അവിടുന്ന് പോരുമ്പോഴും ആ ക്ഷീണം അറിയില്ല. ഉംറയിൽ എത്ര ഉംറ ചെയ്താലും ക്ഷീണം. നാട്ടിലെത്തിയിട്ടുണ്ട്, റബ്ബേ ഞാനിപ്പോ കൂത്തുപറമ്പ് തന്നെയാണോ അല്ല വല്ല അമേരിക്കയിലാണോ, ഏതാ സ്ഥലം പോലും തിരിയാത്തൊരു ക്ഷീണം വരാണ്ട് ഉംറക്ക് പോയി കഴിഞ്ഞാൽ അല്ലെ? ഒരു ദീർഘയാത്ര കഴിഞ്ഞു വന്നാൽ ഉറക്ക് കണ്ണ് പൊങ്ങണില്ല, അവര് പറയില്ലേ നിസ്കരിക്കാൻ പറ്റുന്നില്ല, അറിയുന്നില്ല. അവര് മഅദൂരിങ്ങളാണ്. യാത്രാക്ഷീണല്ലേ, അള്ളാഹു പുറത്തു കൊടുക്കും, നിസ്കാരം ഖളാ കൂട്ടണം. പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ തഹജ്ജുദ് അവർ ആഗ്രഹിച്ചിരുന്നു, ഉണർന്നാ നിസ്കരിക്കണമെന്ന്. ഉറക്കം കൊണ്ട് സാധിക്കാതെ പോയി.
എന്നാൽ എന്നും ചെയ്തിരുന്ന അത് റബ്ബേ ഉണരണം അലാമൊക്കെ വെച്ചിട്ടാ കിടക്കണത്, പക്ഷെ എണീക്കാൻ പറ്റിയില്ല. എന്നാൽ ഇല്ലാ കുതിബ ലഹു അജ്റു സ്വലാത്തിഹി, അവരുടെ നിസ്കാരത്തിന്റെ തുല്യമായ കൂലി അല്ലാഹു നൽകും. അവരാ രാത്രി നിസ്കരിച്ചിട്ടില്ല, എന്നും ചെയ്യുന്ന റക്അത്തിന്റെ എണ്ണം ഇന്നും കിട്ടും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ്. യുവാവായിരുന്ന സമയത്ത് ഒരുപാട് നന്മ ചെയ്തു, പിന്നെ അസുഖമായപ്പോൾ ചെയ്യാൻ പറ്റിയില്ല, ആക്സിഡന്റ് ആയി കിടപ്പിലായി പോയി. ആരോഗ്യമുള്ള സമയത്ത് സ്ഥിരം ചെയ്യുന്ന നന്മ രോഗികൾക്ക് അല്ലാഹു കൊടുക്കുന്നുണ്ട് എന്നാ റസൂലുള്ളാഹി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? അവരത് ചെയ്യുന്നവരാണ്. പിന്നെ ഒരു ആക്സിഡന്റ് പറ്റിപ്പോയതല്ലേ, അസുഖം വന്നതല്ലേ, അറ്റാക്ക് സംഭവിച്ചതല്ലേ, സാരമില്ല. മുഅ്മിനായ മനുഷ്യന്റെ തീരുമാനം, മനസ്സിലിരുപ്പ്, നമ്മുടെ ഉന്നതമായ ചിന്തകൾക്ക് പോലും അല്ലാഹു കൂലി നൽകുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് 1,00,000 ദിർഹമിനെക്കാളും ഒരു ദിർഹമിന് കൂലിയുണ്ട്. സബഖ ദിർഹമുൻ 100,000, 1,00,000-നേക്കാൾ ഒരു ദിർഹമിന് അല്ലാഹു കൂലി നൽകുന്നുണ്ട്. 1,00,000 ദിർഹമിനേക്കാളും കേവലം ഒരു ദിർഹം കൊടുത്ത ആൾക്ക് കൂലിയുണ്ട്, കൂടുതലുണ്ട്. ഖാലു, അവരെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ യസ്ബിഖു ദിർഹമുൻ 100,000, നബിയേ, ഒരു ദിർഹം എങ്ങനെ 1,00,000-ലേറാവുന്നത്? 1,00,000-ന് കിട്ടുന്നതിനേക്കാളും ഒരു ദിർഹമിന് കിട്ടുകയോ? മുഴുവൻ കേൾക്കണം. പാട്ടപ്പിരിവൊക്കെ ഉണ്ടാവില്ലേ, ബക്കറ്റ് പിരിവൊക്കെ ഉണ്ടാവില്ലേ, 100 കൊടുക്കാൻ വെച്ച് 1 കൊടുത്താൽ മതി എന്ന് വിചാരിക്കണ്ട. എന്താ പറയണെന്ന് ശരിക്കും കേട്ടോളേ. എന്താ, എപ്പോഴാണ് ഈ 1,00,000-നേക്കാൾ ഒന്നിന് കൂലി കിട്ടുക എന്നറിയോ? ഒരു മനുഷ്യന്റെ കയ്യിൽ ആകെ 2 ദിർഹമേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ 2 റുപ്യുള്ളൂ കയ്യിൽ. അതിൽ നിന്ന് ഒന്നാണ് എടുത്തു കൊടുത്തത്, നേര് സമ്പത്തിന്റെ പകുതി. അത് എണ്ണത്തിൽ 1 ഉള്ളൂ, പക്ഷെ അത് വണ്ണത്തിൽ വലുതാ. ആകെ 2 ഉള്ളൂ, അതിലൊന്നാണ് കൊടുത്തത്. അതുകൊണ്ടാണ് അയാൾ സ്വതക്ക ചെയ്തത്. 1,00,000 കൊടുത്ത ആളുണ്ട്, ലഹു മാലുൻ കസീർ, കോടികൾ ആസ്തിയുള്ള ഒരാൾ പള്ളിക്ക് 1,00,000 കൊടുത്തു. കൂലിപ്പണി ചെയ്യുന്ന ഒരാൾ പള്ളിക്ക് ഒരു 500 രൂപ കൊടുത്തു. ആ 1,00,000-നേക്കാൾ ഈ 500-നായിരിക്കും കൂലി കൂടുതൽ എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഉള്ളതിൽ നിന്നാണ് ഈ കൊടുത്തത്. 2 ദിർഹമുള്ള ആളാണ് ഈ കൊടുത്തത്. എന്നാൽ 1,00,000 കൊടുത്ത ആളുടെ വരുമാനത്തിന്റെ വലിയൊരളവിൽ നിന്നെടുത്തിട്ടാണ് 1,00,000 കൊടുത്തത്. അയാൾക്ക് അങ്ങനെ ഒരു 500 ലക്ഷം കൊടുക്കാൻ കഴിയുന്ന ആളായിരുന്നു. പക്ഷെ 1,00,000 കൊടുത്തത്. അത് എണ്ണമുണ്ട്, പക്ഷെ വണ്ണമില്ല. പക്ഷെ 1 ദിർഹം എണ്ണത്തിൽ ചെറുതാണ്, അതേ വണ്ണത്തിൽ അത് വലുതാണ്. അതുകൊണ്ടാണ് സബഖ ദിർഹമുൻ 100,000, 1 ദിർഹമിന് 1,00,000-നേക്കാളും കൂടുതൽ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ആ മനുഷ്യന്റെ നിയ്യത്ത് വളരെ വലുതാണ്. നമ്മൾ പറയാം, പഠിച്ചവരെ ഇത് ഞാൻ കൊടുത്താൽ ഞാൻ ആകെ പാപ്പരായി പോവില്ലേ, ഞാൻ ആകെ വിഷമിച്ചു പോകില്ലേ എന്ന് ചിന്തിക്കുന്ന നേരത്താണ് എടുത്തു കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മുസ്തഫ ഉദവി അഖുദുസ്താന്റെ പരിപാടിയൊക്കെ നടക്കില്ലേ, ഉണ്ടാവില്ലേ? ഉസ്താദ് നല്ല വേദ പറഞ്ഞുതരും, പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭാവന വേണമെന്ന് പറയും അല്ലേ. പെണ്ണുങ്ങളൊക്കെ സ്വർണം കൊടുക്കും. നമ്മളെ മട്ടന്നൂർ പള്ളിയൊക്കെ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ, നമ്മുടെ മഹല്ലുകളിലൊക്കെ ഒരുപാട് സേവനങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അപ്പം ആകെ ഒരു മോതിരമുള്ളൊരു പെണ്ണിൻ്റെ അടുത്ത് എന്ന് വിചാരിക്കുക, അതെടുത്ത് കൊടുക്കണ ഒരു മോതിരത്തിൻ്റെ കൂലിയും 100 പവൻ കെട്ടിച്ചപ്പോൾ വാപ്പ തന്നിട്ടുണ്ട്, അതിന്നൊരു 2 പവൻ കൊടുക്കുക എന്ന് പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഈ പറഞ്ഞത്. ഉള്ളതിൽ നിന്ന് കൊടുക്കുക. ഒരുപാടുണ്ട്, അതിൽ നിന്ന് കുറച്ചായി കൊടുക്കുന്നത്. അതിൽ നിന്ന് ഒരുപാട് കൊടുത്താൽ മാഷാ അല്ലാഹ്. അള്ളാഹു നോക്കുന്നത് എണ്ണത്തിലേക്കല്ല, വണ്ണത്തിലേക്കാണ്. അതുകൊണ്ടാണ് നാളെ മീസാനാണ് അള്ളാഹു വെച്ചത്. തുലാസിൽ തൂക്കുന്നല്ലേ പറഞ്ഞത്, നോട്ടെണ്ണിന് മെഷീനിൽ എണ്ണി നോക്കുന്നല്ല പറഞ്ഞത്, അദ്ദാദല്ല. നാളെ മീസാനാണ്. അള്ളാഹു അമല് തൂക്കുക ചെയ്യാനാണ്. എത്ര നിസ്കാരം ഉണ്ടെന്ന്, ചിലരുടെ 2 റക്അത്ത് നിസ്കാരം വേറൊരാളിന്റെ 10 റക്അത്ത് സുന്നത്തിനേക്കാളും പവറുണ്ട്. അതുകൊണ്ട് അള്ളാഹു നാളെ തൂക്കുക ചെയ്യുന്നത് അമലുകൾ, എണ്ണി നോക്കല്ല. ആ റക്അത്തൊക്കെ ഒന്ന് വരട്ടെ, എണ്ണം നോക്കട്ടെ എന്നല്ല. മീസാൻ, തുലാസാൻ. തുലാസിൽ എണ്ണൂല, തൂക്കി നോക്കുകയാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തുല്ലിരുന്നാലോ അല്ലേ? എഴുന്നേൽക്കാൻ പ്രയാസമുള്ളവർ എഴുന്നേൽക്കണ്ട, അല്ലാത്തവരൊക്കെ സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ
سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. وركتلكوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. നല്ലൊരു കവിത. നഹാറു മഗ്റൂർ സഹ്വൻ വഗഫ്ലത വലൈലുക നൗമുൻ വറദാലക ലാസിമു. نهارك يا مغرور سهو وغفلة وليلك نوم والردى لك لازم وتكداح فيما سوف تنكر غبه كذلك في الدنيا تعيش البهائم تسر بما يفنى وتفرح بالمنى كما غر باللذات في النوم حالم. ഐഹികമായ ഭ്രമത്തിൽ മത്ത് പിടിച്ചു പോയവനെ, നിന്റെ രാത്രി മുഴുവനും ഉറക്കമാണ്, പകല് മുഴുവനും അശ്രദ്ധയാണല്ലേ. വെറുതെ നടക്കാൻ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടിട്ടില്ല. നഹാറൂക യാ മഗ്റൂർ സഹ്വൻ വഗഫ്ലത്തുൻ, അശ്രദ്ധമായി, ഹീഡ്ലെസ്, ചിന്തകളില്ലാതെ നടക്കുന്ന പകലാണോ നിന്റേത്. വലൈലുക നൗമുൻ വറദാലക ലാസിമു, രാത്രി മുഴുവനും ഉറങ്ങി തീർക്കുകയാണോ. രാത്രി രഹസ്യമായ ചർച്ച നടക്കുന്ന നേരമാണ്. പണ്ട് രാജാക്കന്മാർ രഹസ്യ മീറ്റിംഗ് കൂടൽ രാത്രിയിലാണ്, പാതിരാവിലാണ്. അതാണ് ഈ തഹജ്ജുദിന്റെ പ്രത്യേകത. പാതിരാത്രി എല്ലാവരും പോയി കിടന്നുറങ്ങുമ്പോഴേ രഹസ്യമായിട്ട് പടച്ചവനോട് പറയാൻ പറ്റുള്ളൂ എന്നാണ്. ആരും അറിയാതെ അള്ളാഹുവിനോട് സംസാരിക്കാൻ കിട്ടുന്ന ആ ഒരു രാത്രിയുടെ രഹസ്യമായ നേരം. രാജാക്കന്മാർ കൂടെയുള്ള പ്രധാനമന്ത്രിമാരോട് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർക്കുന്ന നേരമാണ്. അതാണ് തഹജ്ജുദിന്റെ നേരം. സുബ്ഹാനല്ലാഹ്. അത് ഉറങ്ങിത്തീർക്കല്ലേ, അത് ഉറങ്ങിത്തീർക്കല്ലേ. نهارك يا مغرور سهو وغفلة وليلك نوم والردى لك لازم تكداه فيما سوف تنكر غبه كذلك في الدنيا تعيش البهائم. പകലന്തിയോളം നമ്മൾ അധ്വാനിക്കുന്നത് ഖബറിലേക്ക് പോകുമ്പോൾ ഇട്ടേച്ചു പോകുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഇത്രയധികം ടെൻഷൻ എടുക്കുന്നത് അല്ലേ? കച്ചവടം നന്നായിട്ട് വിജയിക്കണമെങ്കിൽ നമ്മൾ മുഴുവൻ അതിന് കൊടുത്താലേ ദുന്യാവെന്ന് കുറച്ചിട്ടുള്ളൂ. വാപ്പ രാവിലെ അങ്ങോട്ട് കച്ചവടത്തിന് കയറിയാൽ വാപ്പ വല്ല രാത്രി 11-12 മണിക്കാണ്. എന്താ പരിപാടി? ക്യാഷിൽ വേറെ ആരും വാപ്പ നിർത്തൂല, ധൈര്യമില്ല. എന്നിട്ട് എന്താ കിട്ടുക? എല്ലാ മുതലാളിമാർക്കും കിട്ടുന്ന പോലെ കുറച്ച് കിട്ടും. അതിനെന്തൊക്കെ കൊടുത്തു? ഒരു വാദിന് വരാൻ പറ്റൂല, ഒരു ഇൽമിന്റെ ദുആക്ക്, ഒരു മജ്ലിസിലേക്ക്, ഒരു മജ്ലിസുന്നൂറിലേക്ക് ഒന്നും വരാൻ നേരല്ല. അപ്പൊ ബിസിയല്ലേ. നിങ്ങൾ മുഴുവൻ നിങ്ങളെ കൊടുത്താലേ ദുന്യാവെന്ന് കുറച്ച് കിട്ടുള്ളൂ എന്നാണ് ദുന്യാവിന്റെ പ്രശ്നം. ഫുൾ ടൈം അതിലേക്ക് എൻഗേജ് ആവണം. അപ്പോൾ കുറച്ച് പൈസ ഇട്ടുള്ളൂ, ആവശ്യത്തിനടുത്ത് ബാക്കി. اللهم اجعل قوت آل محمد كفافا. പടച്ചവനെ, എൻ്റെ ഉമ്മത്തി, എൻ്റെ വീട്ടുകാർക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്തെ വേണ്ടു റബ്ബേ, അതിലേറെ എനിക്ക് വേണ്ട എന്ന് ദുആ ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജീവിതത്തിന് ഉന്നത ലക്ഷ്യങ്ങളാകട്ടെ. ചെറുപ്പക്കാര് വെറുതെ ആകെയുള്ള ലക്ഷ്യം കുറച്ച് കാശുണ്ടാക്കി വണ്ടിയെടുത്ത് എവിടെയെങ്കിലും ചെന്ന് ആശാസ്യമല്ലാത്ത പ്രവർത്തനങ്ങളിലേക്കോ മദ്യപാനമോ മയക്കുമരുന്നിനടിമകളാവുന്നതോ അല്ലെങ്കിൽ വ്യഭിചാരമോ കൊണ്ടു നടന്ന് ജീവിതത്തെ തുലച്ചുകളയല്ലേ. ഉന്നതമായ ലക്ഷ്യങ്ങൾ വേണം. ത്വറഫത്ത് ബിനു അബ്ദ് എന്ന് പറയുന്ന ത്വറഫത്ത് ബിനുൽ അബ്ദ് ജാഹിലിയ കവിയാണ്. ഇയാളോട് ചോദിച്ചു, ഈ ലോകത്തിലെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത എന്താണ്? ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന വലിയ ആസ്വാദനം എന്താണ് എന്ന് ചോദിച്ചപ്പോ
തുറഫത്ത് ഇബ്നുൽ അബ്ദിന്റെ മറുപടി മത്അമുൻ ഷഹിയുൻ, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം തന്നെ. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ തന്നെ നല്ല ഭക്ഷണമാണല്ലേ. പണ്ടേ തലശ്ശേരി, നമ്മുടെ പാനൂര്, കൂത്തുപറമ്പ്, മട്ടന്നൂര്, എല്ലായിടത്തും മാഷാ അല്ലാ നിങ്ങളതിൻ്റെ ഉസ്താദുമാർ. കേരളം മുഴുക്കും നല്ല ഭക്ഷണമായി അല്ലേ. അതിൻ്റെയൊക്കെ ഒരു തുടക്കക്കാർ തലശ്ശേരി പരിസരക്കാരാണ്. ത്വആമുൻ മത്അമുൻ ഷഹിയുൻ, നല്ല രുചിയുള്ള ഭക്ഷണം. ഹലാൽ തന്നെയാണ് കേട്ടോ, അതിനെപ്പറ്റി അത് ഹറാമായിട്ടല്ലേ, ഹലാലാണ്. പക്ഷെ തുറഫത്ത് ഇബ്നു അബ്ദ് ആകെ ജീവിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഒന്നത്. രണ്ട്, വമൽബസുൻ ജഫിയുൻ, നല്ല വസ്ത്രം, വമർകബുൻ വത്വിയുൻ, നല്ല വാഹനം. നല്ല വസ്ത്രവും നല്ല വാഹനവും. ഇപ്പൊ ഹീറോ കൊണ്ടൊന്നും ആരും എടുക്കണില്ല. അതുപോലെ മിനിമം എൻഫീൽഡോ ഹാർലി ഡേവിഡ്സണോ അല്ലേ, ബൈക്കാണെങ്കിൽ മിനിമം ഒരു എൻഫീൽഡെങ്കിലും വേണമെന്നുള്ള കണ്ടീഷനിലേക്ക് എത്തി തുടങ്ങി അല്ലേ. സുബ്ഹാനല്ലാഹ്. മത്അമുൻ ഷഹിയുൻ വമൽബസുൻ ദഫിയുൻ വമർകബുൻ വത്വിയുൻ. അദ്ദേഹം ഒരു നല്ല രസമുള്ളൊരു കവിത പാടിയിട്ടുണ്ട്. രസം എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കുകൾ ഭയങ്കര രസമാണ്. ആശയം മഹാപോക്കാണ്. കള്ളും പെണ്ണും യുദ്ധവുമാണ് ജീവിതത്തിന്റെ ആസ്വാദനം എന്ന് പറഞ്ഞ ആളാ തുറഫത്ത് ഇബ്നുൽ അബ്ദ്. ഇസ്ലാമിന്റെ മുമ്പ് കഴിഞ്ഞ കവിയാണ്. ഈ കവിത കുറച്ച് അർത്ഥം വെക്കാൻ പ്രയാസമുള്ള കവിതയാണ്. അതിന്റെ വാക്കുകൾ വളരെ കട്ടിയുള്ളതാണ്. ഡിക്ഷണറിക്ക് വെച്ചിട്ട് ഒപ്പം ഇരുന്ന് നോക്കണം, എന്നാലേ അതിന്റെ അർത്ഥം മനസ്സിലാവും. അയാൾ പാടിയിട്ടുണ്ട്. ولولا ثلاث هن من عيشة الفتى وجديك لم أحفل متى قام عودي فمنهن سبق العاذلات بشربة كميت متى ما تعل بالماء تزبدي وكري إذا نادى المضاف محنبا كسيد الغضا نبهته المتورد وتقصير يوم الدجن والدجن معجب ببهكانة تحت الخباء المعمدي. വൈൻ, വോർ ആൻഡ് വുമൺ, ഇതാണ് ഇതിൻ്റെ ആകെ ആശയം. ഇതാണ് കള്ള് വേണം, സുന്ദരിമാര് വേണം, പിന്നെ കുറെ യുദ്ധവും. ജീവിതം ഇതിന് തന്നെയാണ് എന്ന് ജീവിതത്തിന്റെ അള്ളാഹു നൽകുന്ന ജീവന്റെ വില മനസ്സിലാക്കാതെ മൃഗങ്ങളെ പോലെ കദാലിക്കൽ ബഹായിമു, ജീവജാലങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ ഏറ്റവും ലോ ലെവൽ തിങ്കിങ് ഉള്ള ആളുകൾ ഒരുപാടുണ്ട്. നമ്മൾ അങ്ങനെയായി പോകരുത്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തു. ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ എന്ന് പറയുന്നത് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്. നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾ കഅബന്റെ മുമ്പെന്ന് ആദ്യം നമ്മൾ പറഞ്ഞ ചരിത്രം അതാ. ആഗ്രഹിച്ചില്ലേ അബ്ദുൽ മലിക് ബിൻ മർവാൻ, അദ്ദേഹത്തിന്റെ മകള്, വാപ്പ രാജാവ്, സഹോദരൻ രാജാവ്, രണ്ട് സഹോദരന്മാർ രാജാക്കന്മാർ, ഭർത്താവും രാജാവ്. അങ്ങനത്തെ ഒരു രാജകീയ സുന്ദരിയാണ് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്. ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്നപ്പോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവര് മുജദ്ദിദാണ്. അവരുടെ മുൻഗാമികളായ അമവി ഭരണാധികാരികൾ ചെയ്ത എല്ലാ തിന്മകളും തിരുത്തിയ മഹാനാണ്. ഭാര്യന്റെ കയ്യിൽ ഒരുപാട് ഡയമണ്ട്സ് കണ്ടപ്പോഴേ, മോളെ പാപ്പ തന്നതാണല്ലേ. ഇതൊക്കെ ഒരുപാട് പാവപ്പെട്ടവരുടെ സകാത്തിന്റെ മുതൽ നിന്റെ മുൻഗാമികൾ ഭരണാധികാരികൾ കൈയടക്കി വെച്ചതാ മോളെ, ആ വളക്കൊന്ന് ഉരുക്കിയെന്ന് പറഞ്ഞു. ആ മാല ലക്ഷക്കണക്കിന് ദിർഹമുകൾ വില വരുന്നത്, മോളെ അത് നിന്റേതല്ല, അത് നിന്റെ കാരണവന്മാരൊക്കെ ജനങ്ങളിൽ നിന്ന് പിടിച്ചു വരച്ച് അന്യായം ചെയ്തതാണ്. അതൊക്കെ മുസ്ലിമീങ്ങളുടെ ഖജനാവിലേക്ക് പോകണം, നിന്റെ മാലയെ ഊരിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ പെൺകുട്ടിയോട് പറഞ്ഞാൽ നടക്കുവോ? ആരെങ്കിലും ഊരി കൊടുക്കോ? നമ്മൾ ഊരി കൊടുക്കോ? ആ വാച്ച് ഊരി തന്നേന്ന് പറഞ്ഞ അന്യായം ശരിയല്ല. ഫസ്റ്റ് ദിവസം കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ ഊരി കൊടുത്തു ഇസ്ലാമിന്റെ ഖജനാവിലേക്ക്. ഭർത്താവ് മരിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് 2 വർഷവും ചില്ലറയെ ഭരണം നടത്തിയിട്ടുള്ളൂ. പക്ഷെ 25 കൊല്ലം ഭരണം നടത്തിയ ചരിത്രമാണ് നമ്മുടെ രേഖകളിൽ കാണുന്നത്. അത്രയും വലിയ സംഭവബഹുലമായ ജീവിതം. ഖജനാവിന്റെ സൂക്ഷിപ്പുകാരൻ മെല്ലെ വന്ന് ഫാത്തിമയോട് പറഞ്ഞു റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്, അബ്ദുൽ മലിക്കിന്റെ മകൾ ഫാത്തിമ.
ഫാത്തിമ, നിങ്ങളുടെ ആ വളണ്ടല്ലോ, ആ മാല, അത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, അത് ഖജനാവിൽ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരിച്ചില്ലേ, ഭർത്താവ് മരിച്ചില്ലേ, ആ മാല ഞാൻ തരട്ടെ എന്ന് ചോദിച്ചപ്പോ ബീവി കൊടുത്തൊരു മറുപടി ഉണ്ട്. അതാണൊരു വല്ലാത്ത മറുപടി. മാ കുന്തു ലിഉതിഅഹു ഹയ്യൻ വഅഅസിയഹു മയ്യിതാ. ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ ഭർത്താവിനെ അനുസരിക്കുകയും മരിച്ചു കഴിഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നവളല്ല ഞാനത് അല്ലാഹുവിന് വേണ്ടി നൽകി കഴിഞ്ഞു, എനിക്കത് വേണ്ട എന്ന് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹ. കല്യാണം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഫാത്തിമ കല്യാണം കഴിഞ്ഞ് അധികാരം ഏറ്റെടുത്തപ്പോ ഉമർ അബ്ദുൽ അസീസ് ഞങ്ങൾ പറയും, ഇന്നലീ നഫ്സൻ തവാഖ. മഹാന്റെ ഒരു വാക്കാണത്. എന്റെ ശരീരം വല്ലാതെ ഉന്നതങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ശരീരമാണ്. നമ്മുടെ വിഷയം ഉയർന്ന ചിന്തകൾ, ഉദാത്ത മാതൃകകൾ എന്നതാണ്. ഇന്നലീ നഫ്സൻ തവാഖ, എന്റെ ശരീരം ഉന്നതങ്ങൾ ആഗ്രഹിക്കുന്ന ശരീരമാണ്. ഫതാഖത്ത് നഫ്സി, ഞാനന്ന് മദീനയിൽ ഇരിക്കുമ്പോ എനിക്കൊരാഗ്രഹം തോന്നി, അൻ അതസവ്വജ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. ഭാര്യയോട് പറയാ, നിന്നെ കല്യാണം കഴിക്കണമെന്ന് എന്റെ അന്നത്തെ ഒരു ആഗ്രഹം അതായിരുന്നു. ചെറുപ്പകാലത്തിലെ ഒരു പൊട്ടിത്തെറിപ്പിന്റെ ഒരു കാലം ഉണ്ടാവൂലേ, ഒരു അടിച്ചുപൊളി ടൈം, അന്ന് നിന്നെ സ്വന്തമാക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഞാൻ നിന്നെ കല്യാണം കഴിച്ചു. പിന്നെ എന്റെ ശരീരം വീണ്ടും കൊതിച്ചു, വിലായത്തുൽ മദീന, മദീനയുടെ ഗവർണറാകണം. അങ്ങനെ എനിക്ക് അല്ലാഹു മദീനത്തുൻ നബി, ഹബീബിന്റെ മദീനയുടെ ഗവർണറാകാൻ ഭാഗ്യം തന്നു. വീണ്ടും എന്റെ ശരീരം ആഗ്രഹിച്ചു അതിനപ്പുറത്തേക്ക് അൽ ഖിലാഫ, ലോക മുസ്ലിമീങ്ങളുടെ അധികാരസ്ഥനാവണം, ഖലീഫയാകണം, ഖാലിഫേറ്റ്സ്, എനിക്ക് ഖിലാഫത്ത് വേണം. അല്ലാഹു എനിക്കത് തന്നു, ഞാനിപ്പോ ഖലീഫയാണ്. എന്റെ ശരീരം ആഗ്രഹിക്കുന്നു അൽ ജന്ന, ഇപ്പോൾ ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്, ഇനി ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്, ആ സ്വർഗത്തിനാണ് ഞാൻ പണിയെടുക്കുന്നത് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാന്മാർ അവരെ ഷാമിൽ മറവ് ചെയ്യാൻ വേണ്ടി ഖബർ കുഴിച്ച് ഖബറിലേക്ക് വെക്കുമ്പോ ഒരു കടലാസിന്റെ കഷ്ണം, ഒരു തോൽ കഷ്ണം ഇങ്ങനെ പാറി വന്നു കഫംപുടയുടെ മീതേക്ക്. എവിടുന്നാന്നറിയില്ല, ഖബറിലേക്ക് മയ്യത്ത് ഇങ്ങനെ താഴ്ത്തി വെക്കാൻ ഒരു ഇലയോ മറ്റോ പാറുന്ന പോലെ ഇങ്ങനെ വന്നിട്ട് മഹാന്റെ ശരീരത്തിന്റെ മീത വന്നങ്ങനെ നിന്നു. മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്ന നേരം ആൾക്കാരൊന്ന് എടുത്തു നോക്കി. ഹാദാ ഫിദാഉക മിനന്നാർ, ഹാദാ ഫിദാഉക മിനന്നാർ, നിങ്ങൾ നരകത്തിൽ കടക്കൂല കേട്ടോ എന്നതിന്റെ സാക്ഷ്യമാണിത്. അതോടുകൂടെ മറവ് ചെയ്യപ്പെട്ട മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു. രാജാവാ, പക്ഷെ അള്ളാന്റെ വലിയായ രാജാവാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഇതാരാന്നറിയോ? ഉമർ തങ്ങൾ ഒരു പെൺകുട്ടിയോട് ഉമ്മ മോളെ പാലിൽ വെള്ളം ചേർക്ക് എന്ന് പറഞ്ഞൊരു ചരിത്രമല്ലേ നമ്മ സമദാനി സാഹിബൊക്കെ മനോഹരമായിട്ട് അതിൽ പറഞ്ഞിരുന്നേ. ആ പെൺകുട്ടിയെ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങളുടെ ഒരു മോനാ കല്യാണം കഴിച്ചത്. ആ പെൺകുട്ടിക്ക് ജനിച്ച മകന്റെ മകനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അതാണ് ആ ബന്ധം. അതുകൊണ്ടാണ് ചരിത്രത്തിൽ രണ്ടാം ഉമർ എന്നറിയപ്പെടുന്നത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അധികാരം ഏറ്റെടുത്തപ്പോ ഭാര്യ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്കിനോട് പറഞ്ഞു, ഫാത്തിമ, ഞാൻ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്, ഇനി ഒരുപാട് തിരക്ക് വരും, എനിക്ക് സമയം ഉണ്ടാവില്ല നിന്റെ കൂടെ ഇരിക്കാൻ, നിന്റെ കൂടെ സല്ലപിക്കാൻ നേരണ്ടാവില്ല, നിന്റെ വർത്തമാനങ്ങൾ കേൾക്കാൻ സമയം വേണം. പെണ്ണുങ്ങൾ പുരുഷന്മാരെക്കാളും വർത്തമാനം പറയുന്നവരാണ്. നമ്മൾ 2 വാക്ക് പറഞ്ഞു നിർത്തും, പെണ്ണുങ്ങൾ അതൊരു 10 വാക്കിൽ അവസാനിപ്പിക്കുക. അതാണ് ആണും പെണ്ണും തമ്മിലുള്ള ഒരു വ്യത്യാസം. അവരൊരുപാട് പറയാൻ ഇഷ്ടപ്പെടും, നമ്മൾ കേൾക്കാനേ ഇഷ്ടപ്പെടും. കുറെ പറയുന്നത് സ്വാഭാവികമായി നമുക്ക് ഇഷ്ടമല്ല, അല്ലേ? എന്നാ പിന്നെ പരിപാടി നിർത്തല്ലേ? നമ്മൾ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞു വന്നു, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് കഴിഞ്ഞു വന്നു, ഒരു യാത്ര കഴിഞ്ഞു വന്നു, നമ്മൾ ക്ഷീണിച്ചിരിക്കുകയാണ്. പക്ഷെ അവർക്ക് പല കഥ. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ മോള് ഇന്ന് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കുട്ടി ഇത് ചെയ്തു.
പിന്നെ അയൽപക്കത്തുണ്ടായ കഥ, കല്യാണത്തിന് പോയുണ്ടായ കഥ, മറ്റേ കഥ, ഇങ്ങനെ നമ്മൾ ഉറക്കം വലിച്ച് കൂർക്കം വലിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ഉറക്കം വന്നിട്ട് അവർ കഥ നിർത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ഉറങ്ങി വന്നാൽ പിന്നെ ഞാൻ ഉറങ്ങുകയാണ്. തിരക്ക് പിടിക്കുമ്പോൾ അങ്ങനെയാണ് പിന്നെ ഒരു ജീവിതം. ഒരുപാട് സമയം നമുക്ക് നമ്മുടെ സഹധർമ്മിണികൾക്ക് കൊടുക്കാൻ കഴിയില്ല. അവരൊരുപാട് വർത്തമാനം നമ്മളുമായി അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഇഷ്ടപ്പെടുന്നു. അതിന് നമ്മൾ സമയം കണ്ടെത്തേണ്ടവരാണ്. പക്ഷെ അധികാരം ഏറ്റെടുത്തതിൽ പിന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, എനിക്ക് ഇനി നിന്റെ കൂടെ ഒരുപാട് നേരം ചെലവഴിക്കാൻ കഴിയില്ല മോളെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളെ തൊലാക്ക് ചൊല്ലിത്തരാം. നിങ്ങൾ വേറെ ആളെ കല്യാണം കഴിച്ചു. നിങ്ങൾ രാജകുമാരിയല്ലേ, വാപ്പ രാജാവ്, മസ്ലമത്ത് ബിൻ അബ്ദുൽ മലിക് ആങ്ങള നിങ്ങളുടെ സഹോദരൻ രാജാവ്, വലീദ് ബിൻ അബ്ദുൽ മലിക് നിങ്ങളുടെ വേറൊരു സഹോദരൻ അതും രാജാവ്. ഇങ്ങനെ രാജാക്കന്മാരാ നിന്റെ ആങ്ങളമാരും നിന്റെ ഉപ്പയും നിന്റെ ഭർത്താവ് ഞാനും. അതുകൊണ്ട് നിനക്ക് നല്ലൊരു വിവാഹം ലഭിക്കും. ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലട്ടെ, അല്ലെങ്കിൽ പിന്നെ എൻ്റെ കൂടെ എനിക്ക് നിന്റെ വർത്തമാനം കേൾക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അങ്ങനെ ഒതുങ്ങി ജീവിക്കേണ്ടി വരും. മഹദി അട്ടഹസിച്ചുകൊണ്ട് കരഞ്ഞു. വല്ലാത്തൊരു കരച്ചിൽ. എങ്ങനെ ജീവിച്ച മോളാണിതെന്നറിയണം. ഇനി ജീവിക്കുന്നത് ഒരു ദരിദ്രനെ പോലെ ജീവിച്ച ജീവിതമാണ് പിന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടേത്. അവസാന കാലം അങ്ങനെയാണ്. ഒരു വസ്ത്രം ഉണ്ടായിട്ടുള്ളൂ. ആ വസ്ത്രമിട്ട് മരണശയ്യയിൽ കിടക്കുമ്പോ മസ്ലമത്ത് ബിൻ അബ്ദുൽ മലിക് സഹോദരൻ വന്നിട്ട് ചോദിച്ചു, പെങ്ങളെ, നമ്മുടെ അളിയന് നല്ല കുപ്പായിട്ട് കൊടുക്കണ്ടേ? എന്താ നിങ്ങൾ ഈ ഡ്രസ് ഒരാഴ്ചയിൽ കാണാൻ തുടങ്ങിയിട്ട്? മഹദി ഒന്നും മറുപടി പറഞ്ഞില്ല. സഹോദരൻ 2 നാൾ കഴിഞ്ഞ് വീണ്ടും വന്നു. അപ്പോഴും വസ്ത്രം ഇതാണ്. ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഫാത്തിമ, നിന്റെ ഭർത്താവാണിത്, ഖലീഫയാണ്, ഖലീഫയുടെ ഡ്രസ് ഒന്ന് മാറ്റിക്കൊടുത്തൂടെ എന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോ, മസ്ലമ, നിന്റെ അളിയന്, എന്റെ ഭർത്താവിന് ഇതല്ലാത്ത വേറൊരു വസ്ത്രമില്ല മസ്ലമ. എല്ലാം കൊടുത്തു കഴിഞ്ഞു, ഇതേ ഉള്ളൂ, മാറ്റിക്കൊടുക്കാൻ ഇനി വേറെ ഒന്നില്ല മസ്ലമ എന്ന് സ്വന്തം സഹോദരനോട് കരഞ്ഞ് മറുപടി പറഞ്ഞ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹ. വേണമെങ്കിൽ രാജകുമാരിയായി പാറിപ്പറന്ന് ജീവിക്കാം, പക്ഷെ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ മുന്നോട്ട് വന്ന മഹദിയായൊരു മഹദി ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നിവരുടെ ഭാര്യ. വല്ലാത്ത കരച്ചിൽ കരഞ്ഞു, ഫാത്തിമ, നിങ്ങളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് സമയം തരാൻ സമയക്കുറവ് വരും. അതുകൊണ്ട് എന്നോട് വെറുപ്പ് തോന്നരുത് ഫാത്തിമ. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നല്ലൊരാളിന്റെ കൂടെ ലഭിക്കും. ഞാൻ നിങ്ങളെ തൊലാഖ് ചൊല്ലിത്തരട്ടെയോ? വല്ലാത്ത കരച്ചിൽ. ആ കരച്ചിൽ കൊട്ടാരത്തിലുള്ള മുഴുവൻ ആളുകളും കേട്ടു. ആളുകളെല്ലാം ഓടി വന്ന്, എന്തു പറ്റി രാജകുമാരിക്ക്, എന്തു പറ്റി? പറഞ്ഞു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഞാൻ അങ്ങയുടെ കൂടെ ഏത് പ്രയാസവും സഹിച്ച് ജീവിക്കാൻ ഒരുക്കമാണ്. ഞാൻ അങ്ങയുടെ കൂടെയുണ്ട്, എനിക്ക് വിവാഹമോചനം വേണ്ട എന്ന് പറഞ്ഞ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹ. നല്ല തിരക്കുള്ള ജീവിതമാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടേത്. നല്ലൊരു ഭാര്യ, നല്ലൊരു ഭർത്താവ്. ആളുകൾ വന്ന് ചോദിച്ചു, തഫറഖ് ലനാ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾക്ക് കുറച്ചൊരു ഒഴിവ് സമയം വെച്ചുകൂടെ? കുറച്ച് ഒഴിവ് സമയം ഉണ്ടായിക്കൂടെ? ഞങ്ങളൊക്കെ കാക്കോട് ഉസ്താദിനെ പറ്റി പറയുമ്പോൾ അഷ്റഫ് ഹാജി പട്ടാര നമ്മുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ പറയാ, കാക്കോട് ഉസ്താദ് തീരെ റെസ്റ്റ് എടുക്കണില്ല, തീരെ വിശ്രമമില്ല. ഇങ്ങനെ പോയാൽ എന്താ, ആകെ ശരീരം ക്ഷീണിക്കൂലേ, ഒന്ന് വിശ്രമിക്കാൻ പറയണ്ടേ? പക്ഷെ അദ്ദേഹത്തിന് വിശ്രമമില്ല. എല്ലാ പണ്ഡിതന്മാരും സയ്യിദന്മാരും ഒക്കെ അങ്ങനെ തന്നെ അവിശ്രമമായ യാത്രയാണ്, അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകളാണ്, പ്രോഗ്രാമുകളാണ്. ഒന്ന് വിശ്രമിച്ചുകൂടെ എന്ന് പലരും ചോദിക്കും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മറുപടി വന്നു, ഖദ് ജാഅ ശുഗ്ലുൻ ശാഗിലു വഅദൽതു അൻ തുറുഖിസ് സലാമ ദഹബൽ ഫറാഗു ഫലാ ഫറാ ഗലനാ ഇലാ യൗമിൽ ഖിയാമ. ഇനി അന്ത്യനാൾ വരെ, ഖിയാമത്ത് നാൾ വരെ ഇനി വിശ്രമമില്ലല്ലോ. വിശ്രമത്തിന്റെ സമയം കഴിഞ്ഞുപോയി. ഇനി എന്തിനാണ് വിശ്രമിക്കുന്നത്? നേരമില്ലല്ലോ. മരിക്കുന്ന സമയം വരേക്കുള്ള കുറഞ്ഞ നേരമല്ലേ മുമ്പിലുള്ളൂ. ഒരുപാട് നന്മകളും ഒരുപാട് സുഹൃതങ്ങളും ഒരുപാട് അല്ലാഹുവിന് വേണ്ടി ത്യാഗവും ചെയ്യേണ്ട നേരമല്ലേ. ആ ഒരാശയമാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നടപ്പാക്കിയത്. കാന യസൂമു ഹത്താ യഊദ കൽ ഖലാൽ. ഖലാൽ എന്ന് പറഞ്ഞാൽ പല്ലിൽ കുത്തുന്ന ആ ഒരു ചെറിയ കമ്പിനാണ് എന്ത് പറയാ, ഖലാൽ എന്ന് പറയാം. പല്ല് കുത്തി എന്ന് പറയില്ലേ, ടൂത്ത് പിക്ക്, ഖലാൽ.
മെലിഞ്ഞിട്ട് നിരന്തരമായ നോമ്പെടുത്തിട്ട് മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ശരീരമാസകലം ഉണങ്ങിയിട്ട് ഒരു ടൂത്ത് പിക്ക് പോലെ ഉണങ്ങി മെലിഞ്ഞപ്പോ ലൗ അജ്മംത നഫ്സക, നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളൊരു വിശ്രമം കൊടുത്തുകൂടെ അബൂ മൂസൽ അശ്അരി, എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ ഉന്നതമായ ചിന്തയും ഉദാത്ത മാതൃകയും തീർത്തുകൊണ്ട് നോമ്പുകാരനായി ജീവിതം അവസാനിപ്പിക്കുന്ന മഹാൻ ഹൈഹാത്ത് ഇന്നമാ യസ്ബിഖു മിനൽ ഖൈലിൽ മുളമ്മർ, എങ്ങനെ ഞാൻ എൻ്റെ ശരീരത്തിന് ആശ്വാസം കൊടുക്കാനാണ്, നല്ല മെലിഞ്ഞ കുതിരയല്ലേ ഓട്ടത്തിൽ മുന്നിലെത്തുന്നത്, മെലിഞ്ഞ കുതിരയല്ലേ പന്തയത്തിൽ മുന്നിലെത്തുന്നത്, എന്റെ ശരീരം ഇങ്ങനെ മെലിഞ്ഞെങ്കിൽ എന്താ, അള്ളാഹുലേക്കുള്ള പന്തയത്തിൽ മുന്നിലെത്തണമെങ്കിൽ ഞാൻ നോമ്പുകാരനായി മെലിഞ്ഞതിൽ എനിക്ക് പ്രയാസമില്ലെന്ന് മഹാനായ സ്വഹാബി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു ഇമാം മുസ്ലിം എന്നവർ സ്വഹീഹിൽ ഒരു അഥർ കൊണ്ടുവരുന്നുണ്ട്. മഹാനായ യഹ്യ ഇബ്നു അബീ കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ലാ യുനാലുൽ ഇൽമു ബിറാഹത്തിൽ ബദൻ, ശരീരത്തിന്റെ വിശ്രമത്തോടുകൂടെ വിജ്ഞാനം നേടുക സാധ്യമല്ല. റെസ്റ്റ് എടുത്താൽ പിന്നെ വിജ്ഞാനം നേടാൻ നേരണ്ടാവില്ല. നല്ല സുഖമുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ കുട്ടികൾ പഠിക്കുന്നില്ല. നമ്മൾ പറയില്ല വീട്ടിലുള്ള സ്റ്റഡി റൂം, അവിടെ ഒരു ഫാൻ, അവിടെ ഒരു AC, അവിടെ ഒരു സംവിധാനം ഒക്കെ കൊടുത്ത് പഠിക്കട്ടെ. നമ്മളൊക്കെ പഠിച്ച പോലെ വല്ല അടുക്കളയിലും ചുമരിലും താഴെയും സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്നിട്ട് നല്ലൊരു കസേരയോ നല്ലൊരു ബെഡോ കാര്യമായൊരു വെളിച്ചമോ കിട്ടാതെ കഷ്ടപ്പാടിനുള്ളിൽ പഠിക്കുന്ന പോലെ സുഖത്തിന്റെ കൂടെ വിവരം ലഭിക്കൂല, പഠിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് ദീനിയായ ഇൽമു കേട്ടോ, എന്നുവെച്ചാൽ സൗകര്യം ചെയ്യണ്ടെന്നല്ല പറയുന്നത്. പലപ്പോഴും സൗകര്യങ്ങൾ കൂടുമ്പോഴേ ഉറക്ക കൂടുമ്പോ വിശ്രമം കൂടും, അപ്പൊ പിന്നെ പഠിക്കാൻ സമയം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. യഹ്യ ഇബ്നു അബീ കസീർ തങ്ങൾ പറയുന്നു ലാ യുനാലുൽ ഇൽമു ബിറാഹത്തിൽ ബദൻ, അവിശ്രമമായ ജീവിതം. ആ വചനമാണ് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അൽ മുഹദ്ദിസുർ റബ്ബാനി, ഹബീബായ നബി തങ്ങളുടെ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഈ ഉമ്മത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്തു തന്ന മഹാനായ ഹദീസ് പണ്ഡിതൻ, ഹംബലി മദ്ഹബിന്റെ ഇമാം. 50,000 കിലോമീറ്റർ ഇൽമ് പഠിക്കാനുള്ള യാത്രയിൽ ചെലവഴിച്ച മഹാനാണ്. ഇൽമ് പഠിക്കാൻ വേണ്ടി 50,000 കിലോമീറ്റർ നടന്നിട്ടുണ്ട്, ഒട്ടകപ്പുറത്തും നടന്നിട്ടും. സുബ്ഹാനല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ് വല്ലാഹി മാ നിംതു ഫഹലിംതു വലാ തവഹംതു ഫസഹൗതു വഇന്നി ലഅല സബീലി മാ സഖത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉന്നതമായ ചിന്തയാണ് ഇവിടെ കാണുന്നത്. വല്ലാഹി മാ നിംതു ഫഹലിംതു, എനിക്ക് ഉറക്കമുണ്ടാവുകയും ഉറക്കത്തിൽ സ്വപ്നം കാണുക പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. സ്വപ്നം കാണാൻ മാത്രമുള്ള സുഖമുള്ള ഒരു ഉറക്കം എനിക്കുണ്ടായിട്ടില്ല. ഉറക്കത്തിൽ സുഖം ഉണ്ടാവുമ്പോഴേ സ്വപ്നം ധാരാളമായിട്ട് കാണും. അതുകൊണ്ട് സുബൈ കഴിഞ്ഞ് ഉറങ്ങുന്നവർക്ക് ഭയങ്കര സ്വപ്നം കാണും. റമദാനിലൊക്കെ ആലോചിച്ചിട്ടില്ലേ, അത്താഴൊക്കെ കഴിഞ്ഞ് സുബൈ കഴിഞ്ഞിട്ടൊരു ഉറക്ക് ആവശ്യം രാത്രി ഉറക്കൊഴിക്കുന്നതാണ്. അപ്പൊ പകല് ഭയങ്കര സ്വപ്നം കാണും. ഇന്ന് നല്ല റാഹത്തുള്ള ഉറക്കാണത്. രാത്രി അത്ര സ്വപ്നം വരില്ല, കാരണം സുബൈക്ക് എണീക്കാനായി സമയം കുറവാണ്. റാഹത്തുണ്ടാകുമ്പോഴേ സ്വപ്നം കാണുള്ളൂ എന്നാ, അങ്ങനെ ഒരു വിഷയമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ നിംതു ഫഹലിംതു, സ്വപ്നം കാണുന്ന ഒരു ഉറക്കം ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഹബീബിന്റെ കൂടെ ജീവിച്ച 23 കൊല്ലം, അത് കഴിഞ്ഞൊരു 2 കൊല്ലം, 25 കൊല്ലത്തെ ഇസ്ലാമിലായ സിദ്ദീഖ് തങ്ങളുടെ ജീവിതകാലം സ്വപ്നം കാണാൻ പറ്റിയിട്ടില്ല. വലാ തവഹംതു ഫസഹൗതു, ഞാൻ എന്തെങ്കിലും ഊഹാപോഹം വെച്ച് നടക്കുകയും മറന്നു പോവുകയും ചെയ്തിട്ടില്ല, എനിക്ക് മറവിയുണ്ടായിട്ടില്ല. ഞാൻ നേരായ വഴിയിലൂടെയുള്ള ഈ യാത്രയിൽ എനിക്ക് മാർഗഭ്രംശം സംഭവിച്ചിട്ടില്ല, ഞാൻ നേരെയാണ് പോയത്. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിൽ നിന്ന് ഒരുപാട് ആളുകൾ പുറത്തു പോയപ്പോ, മുർത്തദ്ദീങ്ങളുമായി നടന്ന യുദ്ധം നടക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് വിശ്രമമില്ലാത്ത ജീവിതം വന്നിട്ടുണ്ട്. 2 വർഷത്തെ ഖിലാഫത്ത് പ്രയാസകരമായ കാലഘട്ടമായിരുന്നു. എന്നിട്ട് പോലും ദീനിന്റെ പാതയിൽ നിന്ന് അളവോളം പിന്തിരിയേണ്ടി വന്നിട്ടില്ലേ എനിക്ക് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു
ഇത് ഉന്നതമായ ചിന്തയാണ്, ജീവിതത്തിലെ വീക്ഷണങ്ങളാണ്. നമുക്ക് ഇത്രയൊന്നും ചെയ്യാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മുടെ മുൻഗാമികൾ ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്കും കുറച്ചെങ്കിലൊക്കെ ഒന്ന് ഉഷാറാവണ്ടേ? ആ ഒരു ചിന്ത കിട്ടിയാൽ നമ്മുടെ ഈ ചർച്ച വിജയിച്ചു. അത്രേ ഉള്ളൂ. നമ്മൾ ഇങ്ങനൊന്നും ആയാൽ പോരാ, എന്നെങ്കിലും നമുക്ക് തോന്നി തുടങ്ങണം. അള്ളാഹു നമുക്ക് ഉന്നതങ്ങളിലെത്താൻ തൗഫീഖ് നൽകട്ടെ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിലടക്കപ്പെട്ട മഹാനായ താബിഈങ്ങളിൽ വരുന്ന ഹദീസ് പണ്ഡിതനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ കാലത്ത് വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്ന ചർച്ച വരികയും ഖുർആൻ സൃഷ്ടിയല്ല എന്ന അഹ്ലുസുന്നയുടെ ആശയം ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തതിന്റെ പേരിൽ ജയിലിലടക്കപ്പെട്ട മഹാനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവര് ജയിലിൽ കടന്നിട്ടുണ്ട് 40 കൊല്ലം. 40 കൊല്ലം എന്തിനെന്നറിയോ? ഖുർആൻ സൃഷ്ടിയാണ് എന്ന അന്നത്തെ പുത്തനാശയക്കാർ, അന്നത്തെ മഅ്മൂൻ രാജാവ്, ഹാറൂൻ റഷീദിന്റെ മകൻ മഅ്മൂൻ രാജാവൊക്കെ മുഅ്തസിലിയാണ്, അന്നത്തെ ബിദ്ഈ ആശയക്കാരനാണ്. അവര് കൊണ്ടുവന്നു ഖുർആൻ സൃഷ്ടിയാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പറും മഷിയല്ലേ, അള്ളാഹുവിന്റെ വചനമായ ഖുർആൻ, അള്ളാന്റെ കലാം. അള്ളാഹു സൃഷ്ടിയല്ല, അള്ളാന്റെ കലാമും സൃഷ്ടിയല്ല. സൃഷ്ടിയാണെന്ന് വാദിച്ചാൽ സൃഷ്ടികൾ തിരുത്തപ്പെടും, മാറ്റത്തിന് വിധേയമാകും. അള്ളാന്റെ കലാമ് മാറ്റണം എന്നുള്ള ഒരു ഗുരുതരമായ ഒരു ടാർഗറ്റ് അതിന്റെ പിന്നിലുണ്ട്. അഹ്മദ് ഇബ്നു ഹംബൽ എന്നൊരു വിട്ടുകൊടുത്തില്ല, അതിൽ ജയിലിലടക്കപ്പെട്ടു. ആ മഹാൻ സമ്മതിച്ചാൽ പിന്നെ രാജാവിന് പ്രശ്നമില്ല, ഭരണാധികാരിക്ക് പ്രശ്നമില്ല. പക്ഷെ അഹ്മദ് ഇബ്നു ഹംബൽ എന്നൊരു വിട്ടുകൊടുത്തില്ല, വിട്ടുകൊടുക്കില്ല. അങ്ങനെ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിൽ കഴിയുമ്പോ മഹാനായ അഹ്മദ് ഇബ്നു ദാവൂദ് അബൂ സഈദുൽ വാസിതി തങ്ങൾ, അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരുടെ കൂട്ടുകാരനാണ്, അൽ അല്ലാമത്തുൽ വാസിതി, അവരുടെ പേരും അഹ്മദ് എന്നാണ്, അഹ്മദ് ഇബ്നു ദാവൂദ് അൽ വാസിതി. അവര് കടന്നു വരികയാണ്, കൂട്ടുകാരനെ കാണാൻ, ജയിലിൽ കാണാൻ വേണ്ടി വരികയാണ്. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ജയിലിൽ കഴിയുന്ന മഹാനായ അഹ്മദ് ഇബ്നു ഹംബലിനോട് ഞാൻ പറഞ്ഞു, യാ അബാ അബ്ദില്ലാ, അബൂ അബ്ദില്ലാ, عليك عيال ولك صبيان وأنت معذور. അഹ്മദ് ഇബ്നു ഹംബലേ, നിങ്ങൾക്ക് മക്കളില്ലേ, കുടുംബമില്ലേ? നിങ്ങൾക്ക് എന്താ സമ്മതിച്ചു കൊടുത്താൽ ഈ ജയിലിൽ കിടന്നാൽ മുതഅല്ലിമീങ്ങൾക്ക് കിതാബ് ഓതി കൊടുക്കാൻ കഴിയോ? ഹദീസ് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് രാജാവിനെ സമാധാനിപ്പിക്കാനെങ്കിലും ഖുർആൻ സൃഷ്ടിയാണെന്ന് തലകുനിച്ചിട്ട് ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കൂടെ എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ, ഇൻ കാന ഹാദാ അഖ്ലുക യാ അബാ സഈദ് ഫഖദ് ഇസ്തറഹ്തു. അബൂ സഈദുൽ വാസിതി, നിങ്ങളുടെ ബുദ്ധി ഇത്ര കൊള്ളുവെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു കൂട്ടുകാരൻ എനിക്ക് വേണ്ട കേട്ടോ. അതാണോ നിങ്ങൾ എന്നോട് പറയേണ്ടത്? അഹ്മദ് ഇബ്നു ഹംബലെ, നിങ്ങൾക്ക് മക്കളില്ലേ, കുടുംബല്ലേ, നിങ്ങൾ കുടുംബത്തെ നോക്കണ്ടേ എന്ന് പറഞ്ഞ് സത്യം വിളിച്ചു പറയാതെ ഒരസത്യം ഞാൻ വിളിച്ചു പറയണമെന്നാണ് അബൂ സഈദുൽ വാസിതി നിങ്ങൾ എന്നോട് ഉപദേശിക്കുന്നതെങ്കിൽ, ഇത്രയാണ് നിന്റെ ബുദ്ധിയെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടുകാരൻ എനിക്ക് ജീവിതത്തിൽ വേണ്ടതില്ല. എന്നോട് പറയേണ്ടത് മറിച്ചല്ലേ? അഹ്മദ് ഇബ്നു ഹംബലെ, എത്ര അടിയും താടനവും ജീവൻ തന്നെ പോയാൽ പോലും സത്യം മറച്ചു പിടിക്കരുത്. കാലാകാലങ്ങളിൽ വരുന്ന പണ്ഡിതന്മാർ അഹ്മദ് ഇബ്നു ഹംബൽ എന്തു പറഞ്ഞു എന്നാണ് നോക്കുക. അതുകൊണ്ട് നിങ്ങളുടെ വാക്ക് പിഴക്കരുത്, നിങ്ങൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. അടിയും വേദനയുമെല്ലാം ഒരു മരണത്തോട് അവസാനിക്കും, മരണം വരാനുണ്ട് എന്ന് മഹാൻ ഉപദേശിച്ചു കൊടുത്ത മഹത്തുക്കളോട് ഒന്നുകൂടി പറഞ്ഞതാ അങ്ങനെയാ പറയേണ്ടത് എന്ന് ജയിലിൽ കിടക്കുന്ന മഹാൻ തന്നെ സന്ദർശിക്കാൻ വരുന്നവരോട് ഉയർന്നു ചിന്തിക്കാൻ കൽപ്പിക്കുമായിരുന്നു. അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴിയല്ലേ നോക്കുന്നത്, എന്നാൽ പോലും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. സത്യത്തിന് എന്നും 16 നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിൽ, നാട്ടിലെ വിഷയങ്ങളിൽ, ഭരണക്രമങ്ങളിൽ എന്തെല്ലാം തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടന്നാലും സത്യം ഒരു നാൾ പുറത്തു വരും. അത് അല്ലാഹുവിന്റെ അദൽ നീതിയുണ്ട്. അല്ലാഹു തആല വവദഅൽ മീസാൻ അല്ലാ തത്ഗൂ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത് വലാ തുഖ്സിറുൽ മീസാൻ എന്ന് അല്ലാഹു പറഞ്ഞ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത് ഈ ലോകത്ത് നീതി നിലനിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് സത്യവും ധർമ്മവും ഇവിടെ വിജയിക്കും. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരുടെ പാഠം അതാണ്. നമ്മുടെ ജീവിതത്തിലെ പാഠവും അതായിരിക്കണം. ത്തിന്റെ കൂടെ നിൽക്കണം. സത്യം ഒരു പക്ഷേ കുറച്ചു കാലം ആർക്കെങ്കിലും മൂടി വെച്ചേക്കാൻ കഴിയും, പക്ഷേ അത് ഒരു നാൾ പുറത്തു വരും. അത് ഉറപ്പാണ്. സത്യമേ ലോകത്ത് ജയിക്കുകയുള്ളൂ. ആര് എന്തെല്ലാം എഴുത്തുകുത്തുകളിൽ മാറ്റം വരുത്തിയാലും, എന്തെല്ലാം നുണപ്രചരണങ്ങളും ഗീബൽസങ്ങളും ആളുകൾ വിളിച്ചു പറഞ്ഞാലും, സത്യമെന്തോ
അത് ഒരു നാൾ പുറത്തു വരും. ഇത് ലോകത്തിലെ വല്ലാത്തൊരു അത്ഭുതമാണ്. പടച്ച തമ്പുരാൻ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു യുക്തിവാദിക്ക് മനസ്സിലാക്കാൻ കേവല തെളിവ് ഇത് തന്നെ മതി. ധർമ്മത്തിന്റെ വിജയം. ഇവിടെ അള്ളാഹുവിന്റെ ഇടപെടലുണ്ടല്ലോ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അഹ്സാനു ഖൽബി ലാ തസൂലു ഹത്താ ഉബശ്ശറ ബിൽ ഖബൂലി വഅറാ കിതാബി ബിൽ യമീനി വതുസറ ഐനി ബിർ റസൂലി. ആ മഹാനോടൊരു ചോദ്യമുണ്ടായി. മതാ യജിദുൽ അബ്ദു തുഅമർ റാഹ. എപ്പോഴാണ് വിശ്രമം? എപ്പോഴാണ് വിശ്രമം? എപ്പോഴാണ് വിശ്രമം നമുക്ക് അനുഭവിക്കാം? എപ്പോഴാണ് വിശ്രമത്തിന്റെ മാധുര്യം അറിയുക എന്ന് ചോദിച്ചപ്പോ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളോട് ഒരു വിശ്രമം വേണ്ടേ? എപ്പോഴാ റെസ്റ്റ് എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഇൻദ അവ്വലി ഖദമിൻ ഫിൽ ജന്ന. സ്വർഗ്ഗത്തിലേക്ക് ആദ്യത്തെ കാല് വെച്ചാൽ, സ്വർഗത്തിലേക്ക് ആദ്യത്തെ കാല് വെച്ചാൽ അവിടെ മുതലാണ് സമാധാനം ആരംഭിക്കുന്നത്. അതുവരെ അഹ്മദ് ഇബ്നു ഹംബലിന് സമാധാനമില്ല എന്ന് ലോകത്ത് വരാനുള്ള സർവ്വ മനുഷ്യരോടും അത്യധ്വാനത്തോടുകൂടെ യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീ. തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ച ആള് 10,000 പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് അവസാനം ബൾബിന്റെ കണ്ടെത്തലിലേക്ക് വഴിതെളിയുന്നത്. 10,000 ടെസ്റ്റുകള്. 10,000 ടെസ്റ്റുകളിൽ പരാജയം. 10,000 ടെസ്റ്റുകളിൽ പരാജയം. ഇത് കണ്ടപ്പോ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, അല്ല എഡിസൺ, ഈ 10,000 ടെസ്റ്റൊക്കെ നടത്തി എന്തിന് വേസ്റ്റ് ചെയ്തു ഈ സമയം? അദ്ദേഹം പറഞ്ഞു, ഞാൻ വേസ്റ്റ് ആക്കിയതല്ല, ഈ 10,000 രീതികൾ ശരിയല്ല എന്നെങ്കിലും പഠിക്കാൻ നമുക്ക് പറ്റിയല്ലോ. 10,000 ടെസ്റ്റുകൾ ശരിയല്ല എന്ന് പഠിക്കാൻ കഴിഞ്ഞല്ലോ എന്നല്ലാതെ ഇതൊരു പരാജയമല്ല എന്ന് ഒരു ഭൗതികതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആള്, ദുന്യാവിലെ ഒരു സൗകര്യം ഒരുക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരാൾക്ക് ഇത്ര ഹിമ്മത്തുണ്ടെങ്കിൽ സ്വർഗം ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്ര മാറ്റങ്ങൾ വരുത്തണം. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ സ്വർഗം വിലയുള്ളതാണ്. അല്ലാഹുവിന്റെ ചരക്കിന് വിലയുണ്ട്. അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന. അല്ലാഹുവിന്റെ ചരക്കെന്ന് പറയുന്നത് സ്വർഗമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ സ്വഹാബി, ഈജിപ്തിലെ ആദ്യത്തെ മസ്ജിദ് ഉണ്ടാക്കിയ സ്വഹാബി, ഈജിപ്തിൽ ചെന്ന് ആദ്യം ദഅവത്ത് ചെയ്ത സ്വഹാബി, മദീനത്തുൽ ഫസ്താത്തിന്റെ സ്വഹാബി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനമുണ്ട്, അലൈക്കും ബികുല്ലി അംറിൻ മസ്ലഖത്തിൻ മഹ്ലക. അലൈക്കും ബികുല്ലി അംറിൻ മസ്ലഖത്തിൻ മഹ്ലക. അതായത് വളരെ പ്രയാസമുള്ള, ചെയ്തു തീർക്കാൻ പ്രയാസമുള്ള ഉന്നതമായ ലക്ഷ്യങ്ങളാണ് നിങ്ങൾ മുന്നിൽ കാണേണ്ടത്. നമ്മൾ ഏതൊരു ലക്ഷ്യവും മുന്നിൽ വെച്ചാൽ, ഇപ്പോൾ ഒരു മഹല്ല് സംവിധാനങ്ങൾക്ക് നമുക്ക് ലക്ഷ്യമുണ്ടാകും. നമ്മുടെ ലക്ഷ്യം നമ്മൾ പെട്ടെന്ന് നേടി എന്ന് വന്നാൽ അതിനർത്ഥം നമ്മൾ സ്ഥാപിച്ച ലക്ഷ്യം അത്ര ഈസി ആയിരുന്നു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഉന്നത ലക്ഷ്യമാണ് നമ്മൾ മുമ്പിൽ വെച്ചത്, കഠിനാധ്വാനം ചെയ്ത് അച്ചീവ് ചെയ്തു, ദാറ്റ്സ് പെർഫെക്റ്റ്. പക്ഷെ സംഭവിക്കുന്നത് പലതും നമ്മൾ ചെറിയ ലക്ഷ്യമാണ്. എന്താ പള്ളി കമ്മിറ്റിയുടെ പരിപാടി? പള്ളിക്ക് ഇന്റർലോക്ക് ഇടണം, അത് ഇവിടുന്ന് ഖത്തറിൽ പോകാം, അല്ലെ ദുബൈക്ക് പോകാം, അത് തീർന്നു. കുട്ടികൾ കെട്ടിച്ചയക്കണം. നേരെ മറിച്ച് നമ്മുടെ മഹല്ലിലെ മുഴുവൻ വിദ്യാർത്ഥിനികളുടെ സെൻസസ് എടുക്കുക. അവരുടെ അഭിരുചി, 10th കഴിഞ്ഞവര്, +2 കഴിയുന്നവര്, അവരുടെ ഹയർ സ്റ്റഡീസിന് ഓരോരുത്തരുടെയും 1-to-1 മീറ്റിംഗ്, യോഗ്യരായ ട്രെയിനർമാരെ കൊണ്ടുവന്ന് അവരുടെ ചോയ്സ് നിർണ്ണയിച്ചു കൊടുക്കുക, അവർ കരിയർ ഗൈഡൻസ്. നമ്മുടെ മഹല്ലിൽ ഒരു കാനേഷുമാരി, കൃത്യമായ കണക്ക്, വിവാഹം നടന്നവര്, നടക്കാനിരിക്കുന്നവര്, കുടുംബ പ്രശ്നങ്ങളുള്ളവര്, നിരന്തരമായ കൗൺസിലിംഗ്. നമുക്ക് നല്ലൊരു മാതൃകയാണ് യൂറോപ്യൻ നാടുകളിലെ ഇസ്ലാമിക സ്ഥാപനങ്ങൾ. അവിടെ പള്ളികൾക്ക് ഇസ്ലാമിക് സെന്ററുകൾ എന്നാണ് പറയാ. മസ്ജിദായിട്ടൊരു പെർമിഷൻ കിട്ടാൻ പ്രയാസമാണ്, വാങ്കുവിളി പുറത്ത് കേൾക്കൂല. ഒക്കെ ഇസ്ലാമിക് സെന്റർ, കൾച്ചറൽ സെന്ററുകൾ എന്ന് പറയാം. പക്ഷെ അവിടെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഓരോ നോട്ടീസ് ബോർഡ് കാണുമ്പോൾ എന്തെല്ലാം വെറൈറ്റി പ്രോഗ്രാമുകളാണ്. നമുക്കൊക്കെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. നമ്മുടെ പള്ളികൾ, നമ്മുടെ മദ്രസ, നല്ല കെട്ടിടങ്ങൾ. രാവിലെ 2 മണിക്കൂർ മദ്രസ കഴിഞ്ഞാൽ പൂട്ടിക്കിടക്കാണ്, മദ്രസ തീർന്നു.
പിന്നെ നമുക്ക് ഹിഫ്ദ് തുടങ്ങണം തോന്നുക, എന്നാൽ പിന്നെ വേറെ കെട്ടിടം ഉണ്ടാക്കാം. ഈ മദ്രസ ഉപയോഗിച്ചാൽ പോരെ, നമ്മുടെ പള്ളി ഉപയോഗിച്ചാൽ പോരെ ഹിഫ്ദിന്? എന്തിന് ജനങ്ങൾക്ക് വേറെ ഭാരം ഉണ്ടാക്കണം? ഓരോരുത്തരും സ്ഥാപനം ഉണ്ടാക്കാൻ തുടങ്ങിയ ഈ ദുനിയാവിൽ ആരതൊക്കെ കൊണ്ടു നടക്കുക? ഉള്ള സ്ഥാപനങ്ങൾ ക്വാളിറ്റി നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയാൽ അതല്ലേ വേണ്ടത്. നമ്മുടെ സ്ഥാപനം അറബി കോളേജും യതീംഖാനകളും പള്ളി ദർസും നമ്മുടെ മദ്രസകളും അവിടെ ശരിക്ക് പഠനം നടക്കുന്നുണ്ടോ? അതല്ല ഹാജരെടുത്ത് പോവുകയാണോ? നമ്മുടെ മക്കൾക്ക് ശരിക്കും പഠിപ്പിക്കാൻ കഴിയുന്ന അധ്യാപകരാണോ അവിടെ ഉള്ളത്? ആ അധ്യാപകർക്ക് ട്രെയിനിങ് എത്ര പേർക്ക് ആവശ്യമുണ്ട്? എത്ര പേർ നല്ല യോഗ്യതയുള്ള അധ്യാപകരാണ്? എത്ര പേര് വെറുതെ കയറി കൂടിയവരാണ്? എത്ര ആളുകൾ നമുക്ക് നല്ല ഗൈഡൻസ് കൊടുക്കാൻ പറ്റും? എത്ര ആളെ പറഞ്ഞു വിടേണ്ടതുണ്ട്? നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠനം നടക്കുന്നുണ്ടോ? അതല്ല നമ്മൾ തീറ്റിപ്പോറ്റി കൊടുക്കുകയാണോ? ആകെ ചെയ്യുന്ന പണി അവർക്ക് ഭക്ഷണം കൊടുക്കലും താമസവും. അവിടുത്തെ ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് നമ്മൾ പരിശോധിക്കാറുണ്ടോ? ഇത്രയൊന്നും ചെയ്യാതെ നമ്മൾ സ്ഥാപനങ്ങളിൽ കൂട്ടിക്കൊണ്ടിട്ട് എന്താ കാര്യം? ഉള്ളത് ക്വാളിറ്റി നമ്മൾ ക്വാളിറ്റിയുടെ ആളുകളാണ്. നമ്മൾ ക്വാളിറ്റി കീപ്പ് ചെയ്യേണ്ട ആളുകളാണ്. നമ്മുടെ മഹല്ലുകൾക്ക് നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. ഓരോ മഹല്ലും കൃത്യമായി 2 മണിക്കൂർ നമ്മുടെ മദ്രസയിലേക്ക് മക്കൾ വരുമ്പോ, അതും ഈ മഴയത്തൊക്കെ കൊടചൂടി വരുമ്പോ നമ്മുടെ ഉസ്താദുമാർ അവരെ പഠിപ്പിക്കുകയാണോ? നമ്മുടെ മക്കൾ ശരിക്കും പഠിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ മൊബൈൽ ഫോൺ കളിച്ചിരിക്കുകയാണോ? അവര് കൃത്യമായും ആ 2 മണിക്കൂർ അമാനത്താണ് എന്ന് വിചാരിച്ചവരെ പഠിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ മക്കളോട് നന്നായി പെരുമാറുന്നുണ്ടോ? അധ്യാപകന്റെ അധ്യാപന ശൈലി എന്തൊക്കെയാണ്? ഈ മക്കൾക്ക് കൃത്യമായ ദിശാബോധം നൽകാൻ നമ്മുടെ മഹല്ലുകൾക്ക് സാധിച്ചാൽ, നമ്മുടെ ഉസ്താദുമാർക്ക് ട്രെയിനിങ് ആവശ്യമുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. ആർക്കും ജനനം കൊണ്ട് ഒരാൾക്ക് അധ്യാപകനാവാൻ കഴിയില്ല. ഒരു പണിയും കിട്ടാത്തവൻ പഠിപ്പിക്കാൻ പോയിട്ട് കാര്യമില്ല. പഠിപ്പിക്കൽ ഇന്ന് വലിയൊരു കലയാണ്. അതെല്ലാവരെ കൊണ്ട് അറിവുണ്ടായിട്ട് പഠിപ്പിക്കാൻ കഴിയില്ല. പഠിപ്പിക്കൽ ഒരു മഹാറത്ത് എന്നാ പറയാം. അറിവുണ്ടായാൽ പഠിപ്പിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അവർക്ക് അറിവുണ്ട്, പക്ഷേ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. വിദ്യാർത്ഥികളുടെ തലയിലേക്ക് കയറുന്ന വിധത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ മഹല്ലുകൾ ഓരോന്നും നമ്മുടെ സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി കീപ്പ് ചെയ്യാം. അതായിരിക്കട്ടെ നമ്മുടെ മുമ്പിലെ ലക്ഷ്യം. അങ്ങനെ വരുമ്പോ തൊട്ടടുത്ത മഹല്ലുകൾ അത് മാതൃകയാക്കും. നമ്മുടെ ഇവിടെ ഒരുപാട് പദ്ധതികൾ ചർച്ച ചെയ്തു. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് പോലും ഇവിടെ ചർച്ച കഴിഞ്ഞ വിഷയങ്ങളായിരിക്കാം. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി വലിയൊരു വിഷയമാണ്. അത് ശ്രദ്ധിക്കണമെന്ന് മഹല്ല് ഭാരവാഹികളോട് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുകും അമലൻ അൻ യുത്ഖിനഹു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടോ ആ കാര്യം ഏറ്റവും നല്ല നിലയിൽ ചെയ്യൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. വാള് പറയണോ? അത് നല്ല നിലക്ക് വാള് പറയാം. ടൈം വേസ്റ്റ് ആക്കരുത്. ഒരു അധ്യാപകനാണോ? നല്ല നിലക്ക് പഠിപ്പിക്കുക. ഒരു കുക്കാണോ? നല്ല നിലക്ക് ഭക്ഷണം പാകം ചെയ്യുക. ഒരു കാർപ്പന്റർ ആണോ? നല്ല നിലക്ക് കാർപ്പൻട്രി എടുക്കുക. ഇറച്ചി കച്ചവടക്കാരനാണ്, എല്ല് മുറിക്കുമ്പോ ശരിക്കും മുറിക്കുക. വായിൽ കുത്തുന്ന നിലക്ക് മുറിക്കരുത്. കൃത്യമായ നല്ല കറക്റ്റ് വിട്ട് ഇറച്ചി പണിയിരുന്ന അത് ചെയ്യുക. ആശാരി നല്ല ഡ്രൈവറാണോ? നന്നായിട്ട് ഡ്രൈവ് ചെയ്യുക വൃത്തിയില്. ഏതൊരു പണി എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ല. ഒരു മുക്കുവന് ആലിമാവാൻ പറ്റില്ല, ഒരു കുക്കിന് എഞ്ചിനീയർ ആവാൻ പറ്റില്ല, ഒരു ഡോക്ടർക്ക് ഒരു അധ്യാപകനാവാൻ പറ്റില്ല. അവനവന്റെ എക്സ്പെർട്ടീസ്, ഓരോരുത്തരുടെ കഴിവെന്തോ അത് ശരിക്കും പഠിക്കുക. ഒരു സംഗതി പഠിക്കണമെങ്കിൽ മിനിമം 10,000 മണിക്കൂർ വേണമെന്നാണ് ലോകത്തെ കണക്ക്. ടു മാസ്റ്റർ സംതിങ് യു നീഡ് മിനിമം 10,000 hours. ഒരു കാര്യത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ആ പണി 10,000 മണിക്കൂർ ചെയ്തിരിക്കണമെന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്താ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ്? എന്താ നമ്മൾ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. അതൊരു എക്സ്പീരിയൻസ് തന്നെ പറയാനായിട്ടില്ല. 10,000 മണിക്കൂർ ഒരു കാര്യം കൃത്യമായി ചെയ്താലേ അതിൽ മാസ്റ്റർ ചെയ്യാൻ കഴിയൂ. അത് ശരിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നബിക്കത് ഇഷ്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് പണി ചെയ്യുന്നവരും അത് കൃത്യമായിട്ട് ചെയ്യാം. നമ്മുടെ ഡോക്ടർമാർ നന്നായിട്ട് ജോലി ചെയ്യുക. നമ്മുടെ എഞ്ചിനീയേഴ്സ് അവരുണ്ടാക്കുന്ന പാലങ്ങൾ പൊളിയരുത്, അവരുണ്ടാക്കുന്ന ബിൽഡിങ്ങുകൾ കൊളാപ്സ് ആവരുത്. അതിന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആവട്ടെ. നമ്മുടെ കോൺട്രാക്ടർമാർ ശരിക്കും പണിയെടുക്കുക. സെക്യൂരിറ്റി ജോബ് ചെയ്യുന്നവർ നന്നായിട്ട് ജ്വല്ലറിന്റെ മുമ്പിൽ നിന്നിട്ട് കസാലിട്ട് ഉറങ്ങാൻ രാത്രി നേരം വിളിക്കോളൂ. ഇതെന്ത് സെക്യൂരിറ്റി? അതിനൊക്കെ ശമ്പളം ഹലാലാവും. ആ ചെയ്യുന്ന പണി കൃത്യമായിട്ട് ചെയ്യാം. നിയമപാലകന്മാർ, രാജ്യത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ അവൻ ചെയ്യുന്ന പണി ശരിക്ക് ചെയ്യണം. ഇത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ആര് പറഞ്ഞു? നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇസ്ലാം. ഇസ്ലാം ഉഴപ്പുന്ന പരിപാടി ഇസ്ലാമിലില്ല. ഭംഗിയിൽ കൃത്യമായിട്ട് ചെയ്യണം. നബി തങ്ങൾ അതാണ് സ്വഹാബിമാരെ പഠിപ്പിച്ചത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാഫ അദ്ലജ വമൻ അദ്ലജ ബലഗൽ മൻസിൽ അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന. ബഹുമാനപ്പെട്ട ഏഴുമല തങ്ങൾ സയ്യിദ് സഫ്വാൻ തങ്ങൾ അവറുകളുടെ എത്തി. തങ്ങളെ നിർത്തട്ടെ. തങ്ങൾ പൂർത്തിയാക്കാൻ സംബന്ധം തന്നു. നമ്മൾ തുടങ്ങിയിടത്തേക്ക് എത്തുകയാണെങ്കിൽ 37 മിനിറ്റ് വേണം. അത്ര നേരം തങ്ങളെ വിഷമിപ്പിക്കുന്നത് ശരിയാണോ? നമ്മൾ 22-ലല്ലേ തുടങ്ങിയത്, 9:22. 11:22 എത്തുമ്പോൾ 2 മണിക്കൂറാവും. പക്ഷേ തങ്ങളുടെ നല്ല രസമുള്ള ഉപദേശം ഉണ്ടാവും. അതിലെല്ലാം ജാമ്യവും മാന്യമായ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു കാര്യങ്ങൾ ഭംഗിയാക്കി തരട്ടെ. നമ്മുടെ ദുആ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ومن أراد الآخرة, ആർക്കാണ് പരലോകം വേണ്ടതെങ്കിൽ, പരലോകം ആഖിറം രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നവർ, വസഅ ലഹാ സഅയഹാ, ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിന് അധ്വാനിക്കും വേണം. വഹുവ മുഅ്മിനുൻ, ഈമാനും വേണം. മുഅ്മിനായ അല്ലാഹു ഏകനാണ്, മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ തിരുദൂതരാണ്, ഇത് വിശ്വസിച്ച ആൾക്കേ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയൂ. സർവമത സത്യവാദം നമുക്ക് പറയാൻ കഴിയില്ല ഇസ്ലാമിന്റെ ലേബലിൽ നിന്നുകൊണ്ട്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹു സ്വീകരിക്കുന്നത് ഇസ്ലാം മാത്രമാണ്. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. പരലോകം വേണമെന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു ഈമാനുള്ള അവസ്ഥയിൽ, ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ, അവരുടെ അധ്വാനത്തിന് അല്ലാഹു നാളെ കൂലി കൊടുക്കും. അങ്ങനത്തെ ഒരു അധ്വാനമായി നമ്മുടെ ഇരുത്തം അല്ലാഹു സ്വീകരിക്കട്ടെ.